അള്ളാഹു അവരുടെ റസൂലുകൾക്ക് ഇറക്കിക്കൊണ്ട ഗ്രന്ഥങ്ങൾ എന്തിനുവേണ്ടി ഗ്രന്ഥങ്ങൾ ഇറക്കിയത്? സൃഷ്ടികളോടുള്ള കാരുണ്യം എന്ന നിലക്ക്, വഹിദായത്തൻ ലഹും അവർക്ക് സന്മാർഗം കാണിക്കുക എന്ന നിലക്കും, പിന്നെ എന്തിന്? ലിയസ്ലൂ ബിഹാ അവർ എത്തിച്ചേരുന്നതിനു വേണ്ടി ആ ഗ്രന്ഥങ്ങളിലൂടെ ഇലാ സആദത്തിഹിം ഫിദ്ദുനിയാ വൽ ആഖിറ ദുനിയാവിലും ആഖിറത്തിലുമുള്ള അവരുടെ സൗഭാഗ്യത്തിലേക്ക് അവർ എത്തിച്ചേരുന്നതിനു വേണ്ടി അള്ളാഹു അവർക്ക് ഹിദായത്തായിക്കൊണ്ടും റഹ്മത്തായിക്കൊണ്ടും ഇറക്കിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ, അതിൽ വിശ്വസിക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അൽ-ഉമൂറുല്ലത്തി യഖ്തലിഹൽ ഈമാനു ബിൽ കുതുബ് വേദഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അത് തേടുന്ന കാര്യങ്ങൾ, അതിന്റെ താല്പര്യങ്ങൾ. അൽ-ഈമാനു ബി അന്ന നുസൂലഹാ മിൻ ഇൻദില്ലാഹി ഹഖ്ഖ വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം തേടുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, അതിന്റെ നുസൂല്, ആ ഗ്രന്ഥങ്ങളൊക്കെ ഇറക്കിയത് അള്ളാഹുവിൽ നിന്നാണ് അതൊക്കെ ഇറങ്ങിയത്. ഹക്കൻ സത്യമായും ഇതൊക്കെ ഇറങ്ങിയത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കൽ. 2 അൽ-ഈമാനു ബിമാ അലിംന ഇസ്മഹു മിൻഹാ ബിസ്മിഹി നാം ആ വേദഗ്രന്ഥങ്ങളിൽ നിന്നും പേര് മനസ്സിലാക്കിയവയെ പേര് സഹിതം വിശ്വസിക്കൽ. കൽ ഖുർആൻ പോലെ, അല്ലദീ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിക്ക് ഇറങ്ങിയാണ്. വത്തൗറാത്ത് അല്ലത്തി ഉൻസിലത് അലാ മൂസ അലൈഹിസ്സലാം ഇങ്ങനെ പേര് സഹിതം നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെ വിശ്വസിക്കൽ. സാലിസൻ തുസദ്ദിഖു ബിമാ തസ്മഉ മിൻ അഖ്ബാരിഹാ കഅഖ്ബാരിൽ ഖുർആൻ വഅഖ്ബാരി മാ ലം യുബദ്ദൽ ഔ യുഹറഫ് മിനൽ കുതുബിസ് സാബിഖ ഇവയുടെ ആ വേദഗ്രന്ഥങ്ങളിലുള്ള വിവരണങ്ങൾ അത് നാം കേട്ടതുപോലെ വിശ്വസിക്കൽ. കഅഖ്ബാരിൽ ഖുർആൻ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള വിവരങ്ങൾ, ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിവരങ്ങളില്ലേ, അത് നമ്മൾ കേൾക്കുമ്പോൾ അതുപോലെ തന്നെ വിശ്വസിക്കണം. അതുപോലെ തന്നെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്നും മാറ്റിമറിക്കപ്പെടുകയോ ഭേദഗതി വരുത്തുകയോ ചെയ്യാത്ത വിവരങ്ങൾ. അപ്പൊ പൂർവ്വവേദ ഗ്രന്ഥങ്ങളിൽ നിന്നും ഖുർആനിലെ വിവരണവുമായി ഒത്തുവരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് മാറ്റിമറിച്ചിട്ടില്ല നമുക്ക് ഉറപ്പാണ്. അങ്ങനെയുള്ളതിലും നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. റാബിഅൻ 4 അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹാ വൽറിളാ വത്തസ്ലീമു ബിഹി സവാഅൻ ഫഹിംനാ ഹിക്മതഹു ഔ ലം നഫഹംഹാ. അൽ അമലു ബി അഹ്കാമി മാ ലം യുൻസഖ് മിൻഹാ അവയിൽ നിന്നും ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ഗ്രന്ഥങ്ങൾ, അവയുടെ ഹുക്മുകൾ കൊണ്ട് അമൽ ചെയ്യൽ. ഇപ്പൊ ഖുർആൻ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ നസ്ഖ് ചെയ്തു അല്ലെ, മുൻകഴിഞ്ഞ വേദങ്ങളൊക്കെ ദുർബലപ്പെടുത്തി. ദുർബലപ്പെടുത്താത്ത ഇവിടെ ഏത് മാത്രമുള്ളൂ? ഖുർആൻ മാത്രമുള്ളൂ. അതിലുള്ള അഹ്കാമുകൾ കൊണ്ട് പ്രവർത്തിക്കൽ. വൽറിളാ വത്തസ്ലീമു ബിഹി അതിൽ തൃപ്തിപ്പെടലും അത് സമ്മതിക്കലും. സവാഅൻ ഫഹിംനാ ഹിക്മതഹു ഔ ലം നഫഹംഹാ അതിലുള്ള വിധികൾ, അതിന്റെ ഹിക്മത്ത് നമുക്ക് മനസ്സിലായാലും സമമാണ്, മനസ്സിലായില്ലെങ്കിലും. അതിനുള്ളിലുള്ള യുക്തി എന്താണ് എന്ന് നമുക്ക് തിരിഞ്ഞോളണമെന്നില്ല. തിരിഞ്ഞാലും തിരിഞ്ഞില്ലെങ്കിലും എന്ത് ചെയ്യണം? നസ്ഖ് ചെയ്യപ്പെട്ടിട്ടില്ലാത്ത ആ വേദങ്ങളിലെ അഹ്കാമുകൾ കൊണ്ട് അമൽ ചെയ്യണം. വജമീഉൽ കുതുബിസ് സാബിഖത്തി മൻസൂഖത്തുൻ ബിൽ ഖുർആൻ കരീം. ജമീഅ് എന്ന് പറഞ്ഞാൽ എല്ലാം, ജമീഉൽ കുതുബ് എല്ലാ ഗ്രന്ഥങ്ങളും, അസാബിഖത്ത് കഴിഞ്ഞുപോയ എല്ലാ ഗ്രന്ഥങ്ങളും ദുർബലപ്പെടുത്തപ്പെട്ടതാണ്. മൻസൂഖത്ത് ദുർബലപ്പെടുത്തപ്പെട്ടത്, ബിൽ ഖുർആനിൽ അതിൽ ഖുർആൻ കൊണ്ട്. മറ്റെല്ലാ വേദഗ്രന്ഥങ്ങളും ഖുർആൻ കൊണ്ട് ദുർബലമാക്കപ്പെട്ടവയാണ്. ഖാല തആല വഅൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി മിനൽ കിതാബി വമുഹൈമിനൻ അലൈഹി നിനക്ക് നാം സത്യപ്രകാരം ഈ ഗ്രന്ഥത്തെ ഇറക്കി തന്നിരിക്കുന്നു. മുസദ്ദിഖൻ ലിമാ ബൈനി അതിന്റെ മുമ്പിലുള്ളതിനെ സത്യപ്പെടുത്തുന്നതായിക്കൊണ്ടും മിനൽ കിതാബി ഗ്രന്ഥത്തിൽ നിന്നും, അതിന്റെ മുമ്പിലുള്ള ഗ്രന്ഥങ്ങള് തൗറാത്ത് ഇൻജീലിനൊക്കെ, വമുഹൈമിനൻ അലൈഹി അവയൊക്കെ മേൽനോട്ടം വഹിക്കുന്നതായിക്കൊണ്ടും. വിശുദ്ധ ഖുർആൻ മറ്റു വേദഗ്രന്ഥങ്ങളൊക്കെ മേൽനോട്ടം വഹിക്കുന്ന ഗ്രന്ഥമാണ്. ഈ കാര്യങ്ങളാണ് വേദഗ്രന്ഥങ്ങളിലെ വിശ്വാസം താല്പര്യപ്പെടുന്ന കാര്യങ്ങൾ. ഏതൊക്കെയെന്ന് പറഞ്ഞാട്ടെ. 1 അവയെല്ലാം
അള്ളാഹു സത്യമായും ഇറക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിക്കുക. എല്ലാ വേദഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി ആരിൽ ഇറക്കപ്പെട്ടതാണ്. ആ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഗീതി ഉപനിഷത്തൊന്നും വേദഗ്രന്ഥങ്ങളിൽ എണ്ണാൻ പാടില്ല കേട്ടോ. അതൊക്കെ അസാത്തീർ, കെട്ടുകഥകൾ, പുരാണങ്ങൾ, ഐതിഹ്യങ്ങൾ. പക്ഷേ പലരും പറയുന്നേട്ടാൽ അതൊക്കെ അള്ളറക്കിയ മാതിരിയാണ് പറയാറുള്ളത്. അതിന് യാതൊരു തെളിവുമില്ല. തൗറാത്തോ ഇഞ്ചീലും സബൂർ പോലെ ഇറക്കപ്പെട്ടതാണ് എന്നതിന് യാതൊരു തെളിവില്ല. ഈ ഗീതിയും മറ്റേ രാമായണവും ഉപനിഷത്തും പുരാണങ്ങളൊക്കെ ഏറോട്ട് എഴുതി കൂട്ടിണ്ടാക്കിയ. രണ്ടാമത്തത് പേര് അറിയിച്ചു തന്നത് പേര് സഹിതം വിശ്വസിക്കുക. ഖുർആന്, തൗറാത്ത്, ഇഞ്ചീല്, സബൂറൊക്കെ. പിന്നെ അവയിൽ വന്നിട്ടുള്ള വിവരണങ്ങൾ അതെല്ലാം കേട്ടതുപോലെ വിശ്വസിക്കുക, ഖുർആനിലെ വിവരണങ്ങൾ പോലെ തന്നെ. അതുപോലെ മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്ന് മാറ്റം വരുത്തിയിട്ടില്ലാത്ത ഭേദഗതി വരുത്തിയിട്ടില്ലാത്ത എല്ലാ വിവരങ്ങളും വിശ്വസിക്കുക. നാലാമത്തേത് ദുർബലപ്പാക്കപ്പെട്ടിട്ടില്ലാത്ത ഗ്രന്ഥങ്ങളുടെ ഹുക്മുകൾ അനുസരിച്ച് അമൽ ചെയ്യുക. ദുർബലപ്പെട്ടിട്ടില്ലാത്ത ഇവിടെ ഖുർആൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് അമൽ ചെയ്യുക. അതിന് നമ്മൾ തൃപ്തി രേഖപ്പെടുത്തുക. അതിന്റെ ഹിക്മത്ത് നമുക്ക് അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഖുർആൻ എങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഞാൻ ചെയ്യണം, എനിക്ക് എന്റെ യുക്തി ബോധ്യപ്പെട്ടില്ലെങ്കിലും ശരി. മനസ്സിലായില്ലേ? പിന്നെ മനസ്സിലാക്കേണ്ട എന്താണ്, എല്ലാ മുൻകഴിഞ്ഞ വേദങ്ങളും ഖുർആൻ കൊണ്ട് ദുർബലമാക്കപ്പെട്ടിരിക്കുന്നു. ഇനി മാ യുസ്മിറുൽ ഈമാൻ ബിൽ കുത്തുബ്, വേദങ്ങളിലുള്ള വിശ്വാസം അത് നൽകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ പ്രയോജനങ്ങൾ. അവ്വലൻ, ഒന്നാമതായി അൽ ഇൽമു ബി ഇനായത്തില്ലാഹി തആല ബി ഇബാദിഹി ഹൈസു അൻസല ലികുല്ലി ഖൗമിൻ കിതാബൻ യഹ്ദീഹി. അല്ലാഹു തന്റെ അടിമകളുടെ മേൽ ശ്രദ്ധയുള്ളവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം അവൻ എല്ലാ ഓരോ ജനവിഭാഗത്തിനും അതാത് കാലഘട്ടങ്ങളിൽ അവർ നേർവഴിക്ക് നിൽക്കുന്ന വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു. അത് അടിമകളുടെ കാര്യത്തിൽ അല്ലാഹുവിന്റെ ശ്രദ്ധയാണ് കാണിക്കുന്നത്. ഓണമായിട്ട് പോട്ടെ എന്ന് പറഞ്ഞ് വിട്ടിട്ട് പരലോകത്ത് ചെല്ലുമ്പോ ശിക്ഷിക്കുക. അപ്പൊ ആളുകൾ ചോദിക്കൂല, പടച്ചോനെ ഞാൻ ഉണ്ടെങ്കിൽ നേരത്തെ ഞങ്ങൾക്കൊന്ന് അറിയിച്ചു തന്നൂടായിരുന്നു. അത് പറയാൻ ആളുകൾക്ക് അവസരമില്ല. നിങ്ങൾക്ക് ആ വേദഗ്രന്ഥം ഇറക്കി തന്നില്ലേ, നിങ്ങൾക്ക് എന്റെ യജമാനൻ ഇറക്കി തന്നില്ലേ എന്ന് അള്ളാഹു ചോദിക്കും. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് അടിമകളോടുള്ള ശ്രദ്ധയും താല്പര്യവും മനസ്സിലാക്കുക. അതാണ് വേദങ്ങളുടെ വിശ്വാസം കൊണ്ടുള്ള ഒരു ഫലം. എന്താണ് അൽ ഇൽമു? എന്താ ഇനായത്തില്ല, ഇനായത്ത് ശ്രദ്ധ. ബി ഇബാദി ബി എന്നാ വരിക. ഹൈസു അൻസല ലികുല്ലി ഖൗമിൻ. എന്താണ് ആ ഭാഗത്ത് യശയിന്റെ ഒരു ഒച്ചില്ലല്ലോ, നേരെ എന്താണ് ഒരു ഒച്ചില്ലല്ലോ ഇവിടുന്ന്. വൈകി കിതാബൻ കുടിപോണ ചിന്ത വന്നതാ കുഴപ്പം. പോവില്ലെന്ന്, ഇന്ന് പോവില്ല. ഒക്കെ ശ്രദ്ധ മാറി എനിക്ക് വേഗം മനസ്സിലാവും. കിതാബൻ യഹ്ദീഹിം, അവരെ ഹിദായത്തിലാക്കുന്ന വേദഗ്രന്ഥം ഇറക്കി കൊടുത്തു എന്ന നിലക്ക് ഇതിലൂടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, അള്ളാഹ്ക്ക് അവന്റെ അടിമകളെ പറ്റി നല്ല ശ്രദ്ധ ഉണ്ട്. താനിയൻ അൽ ഇൽമു ബി ഹിക്മത്തില്ലാഹി തആല ഫീ ശറഇഹി ഹൈതു ശറഅ ലികുല്ലി ഖൗമിൻ മാ യുനാസിബു അഹ്വാലഹും കമാ ഖാല തആല ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. അള്ളാഹുവിന്റെ നിയമനിർമ്മാണത്തിലുള്ള ഹിക്മത്ത് മനസ്സിലാക്കൽ, അതിന്റെ പിന്നിലുള്ള യുക്തി. ഓരോ ജനതക്കും അവരുടെ അവസ്ഥക്ക് യോജിച്ച തരത്തിലുള്ള നിയമങ്ങൾ കൊടുത്തു. ആദം നബിന്റെ കാലത്തുള്ള നിയമമാണോ പിന്നുണ്ടാകുന്നത്? മനുഷ്യവർഗം പുരോഗമിച്ചു എന്നതനുസരിച്ച് നിയമങ്ങൾ മാറ്റി മാറ്റി കൊടുത്തു. അവസാനം ഖിയാമം വരെയുള്ള നിയമം ഖുർആനിലൂടെ കൊണ്ടുവന്നു. മനസ്സിലായില്ലേ? സമ്പൂർണ്ണ നിയമം, ഭേദഗതി വരുത്താത്ത നിയമം. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിനും അനുസരിച്ച് ആളുകൾക്ക് അള്ളാഹു നിയമം നിർമ്മിച്ചു നൽകി എന്നത് അവന്റെ ഹിക്മത്തിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. അള്ള പറഞ്ഞു, നിങ്ങൾ എല്ലാവർക്കും ഓരോ രീതിയും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. ലികുല്ലിൻ ജഅൽനാ മിൻകും ശിർഅതൻ വമിൻഹാജ. നിയമക്രമം, ശിർഅത്ത്. മിൻഹാജ് പറഞ്ഞാൽ മൻഹജ് തന്നെ, മാർഗം, കർമ്മമാർഗം. അതും വേദഗ്രന്ഥത്തിലെ വിശ്വാസം കൊണ്ട് കിട്ടുന്ന പ്രയോജനമാണ്. അള്ളാന്റെ ഹിക്മത്ത് മനസ്സിലാക്കൽ. റാബിഅൻ,
അപ്പൊ സാലിസൻ അവിടെ കഴിഞ്ഞല്ലോ അല്ലേ. അൽ ഈമാൻ ബിർ റുസുൽ, നാലാമത്തേത് അള്ളാഹുവിന്റെ ദൂതന്മാരിലുള്ള റസൂലുകളിലുള്ള വിശ്വാസം. വർ റസൂലു, റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? ഹുവ മൻ ഊഹിയ ഇലൈഹി മിനൽ ബശരി ബിശറഇൻ വഉമിറ ബിതബ്ലീഗിഹി. റസൂൽ എന്നതിന്റെ നിർവചനാണത്. റസൂൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മൻ, ഒരാളാണ്. ഊഹിയ ഇലൈഹി, അദ്ദേഹത്തിന് വഹി നൽകപ്പെട്ടിരിക്കുന്നു. മിനൽ ബശരി, മനുഷ്യരിൽ നിന്നും വഹി നൽകപ്പെട്ടവൻ. ബിശറഇൻ, എന്താ വഹി നൽകിയത്? ഒരു ശരീഅത്ത് നിയമം. വഉമിറ ബിതബ്ലീഗി, അത് വഹി കിട്ടിയെന്ന് മാത്രമല്ല, അത് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴേ റസൂലാവുള്ളൂ. നബി റസൂൽ തമ്മിലെ വ്യത്യാസം എന്താ? നബി എന്ന് പറഞ്ഞാൽ വഹിയുള്ളവരൊക്കെ നബിയാണ്. പക്ഷെ അത് തബ്ലീഗ് ചെയ്യാനുള്ള കൽപ്പനയും കൂടി ഉണ്ടാവുമ്പോൾ എന്താവുള്ളൂ? റസൂലാവുള്ളൂ. അപ്പൊ എല്ലാ റസൂലും നബിയാണ്. പക്ഷെ എല്ലാ നബി എന്തല്ല? റസൂലല്ല. അതാണ് അംബിയാ മുർസലീങ്ങൾ, അംബിയാവ് വരെ മുർസലീങ്ങൾ വരെ. മുർസലീങ്ങൾ തന്നെ റസൂല് പറയുന്നത്. അംബിയാവ് എന്ന് പറഞ്ഞാൽ വഹി ഉണ്ടായാൽ നബിയായി. പക്ഷെ അത് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പനയും കൂടി ഉണ്ടാവുമ്പോൾ എന്താവുള്ളൂ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. പക്ഷെ റിസാലത്ത് എപ്പോഴാണ് കിട്ടുന്നത്? 2 കൊല്ലം കഴിഞ്ഞിട്ട്. എത്തിച്ചു കൊടുക്കണം എന്നുള്ള കൽപ്പന, ഖും ഫഅൻസിർ എന്ന് പറഞ്ഞ കൽപ്പന ഉണ്ടാകുന്ന എപ്പോഴാ? 2 കൊല്ലം കഴിഞ്ഞിട്ടാ. ഇല്ല, ഒരു ഖൗമുണ്ടാവൂല. ആദം നബിക്ക് ഇപ്പൊ ഒരു ഖൗമുണ്ടോ? നമ്മക്കുള്ള വാദ്യം നബി നമ്മളെ ഏൽപ്പിച്ചില്ലേ? നമ്മളെ അന്ന് റസൂൽ ഏൽപ്പിച്ചു പോയതല്ല. ഫൽയുബല്ലിഗ് ഷാഹിദുൽ ഗായിബ. ബലാഗ് എന്ന് പറഞ്ഞാൽ അവര് മനസ്സിലാക്കി അവരുടെ കുടുംബത്തിനും മറ്റൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതല്ല. ഒരു കൗമിന്റെ പേരിൽ അയക്കപ്പെട്ടിട്ട് ആ കൗമിനെ എത്തിച്ചു കൊടുക്കൽ ബാധ്യതയാക്കിയത്. അപ്പോഴാണ് റസൂലാവുള്ളൂ. നോഹി നബിയാണല്ലോ 1ാമത്തെ റസൂല്. ആദം നബി നബിയാണ്, എന്തല്ല? റസൂലല്ല. ഒരു സമൂഹത്തെ മുന്നിൽ കണ്ട് ദഅവത്തിന് ഏൽപ്പിക്കപ്പെട്ട ആളാണ്, ദീൻ എത്തിച്ചു കൊടുക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് റസൂല്. അവ്വലു റസൂൽ ആരാ? പണ്ടൊക്കെ നമ്മളൊരു ആദം നബിയാണ്. ആണോ? അപ്പൊ ആരാണ് റസൂൽ? അർ റസൂൽ ഹുവ മൻ ഊഹിയ ഇലൈഹി മിനൽ ബശരി ബിശറഇൻ വഉമിറ ബിതബ്ലീഗിഹി. ഒരു ശറഅ് വഹി നൽകപ്പെടുകയും അത് എത്തിച്ചു കൊടുക്കാൻ കൽപ്പിക്കപ്പെടുകയും ചെയ്ത വ്യക്തി, അദ്ദേഹമാണ് റസൂൽ എന്ന് പറയുന്നത്. വഅവ്വലു റസൂലി നൂഹുൻ, റസൂലുകളിൽ 1ാമത്തെ ആള് നൂഹ് നബിയാണ്. വആഖിറുഹും മുഹമ്മദുൻ അലൈഹിമുസ്സലാത്തു വസ്സലാം, എല്ലാവരുടെ മേലും അല്ലാഹുവിന്റെ സ്വലാത്തും സലാമും ഉണ്ടാകട്ടെ. ജമീഅൻ, ജമീഅൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും. വലം തഖ്ലു ഉമ്മത്തും മിൻ റസൂലിൻ യബ്അസുഹു അല്ലാഹു തആല ബിശരീഅത്തിൻ മുസ്തഖില്ലത്തിൻ ലം തഖ്ലു ഉമ്മത്തുൻ, ഒരു ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടില്ല, ഒരു ഉമ്മത്തും ഒഴിവായിട്ടില്ല. മിൻ റസൂലിൻ, ഒരു റസൂലിൽ നിന്നും. റസൂലില്ലാത്ത ഒരു ഉമ്മത്തും ഉണ്ടായിട്ടില്ല. യബ്അസുഹു അല്ലാഹു തആല, അള്ളാഹു ആ റസൂലിനെ അയക്കുന്നു. ബിശരീഅത്തിൻ മുസ്തഖില്ലത്തിൻ ഇലാ ഖൗമിഹി, തന്റെ ജനതയിലേക്ക് ഒരു സ്വതന്ത്ര ശരീഅത്തുമായി. അവർ സ്വതന്ത്ര ശരീഅത്തുമായി അള്ളാഹു നിയോഗിച്ച ഒരു റസൂല് ഇല്ലാത്ത ഒരു ഉമ്മത്തും കഴിഞ്ഞു പോയിട്ടില്ല. മുഹമ്മദ് നബിക്ക് മുമ്പുള്ള എല്ലാ ഉമ്മത്തിലേക്കും എന്ത് ചെയ്തിട്ടുണ്ട്? അള്ളാഹു റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. ഔ നബിയ്യിൻ യൂഹാ ഇലൈഹി, അല്ലെങ്കിൽ ഒരു നബി, ഒന്നുകിൽ ഒരു റസൂല് അല്ലെങ്കിൽ ഒരു നബി. പക്ഷേ നബി ആകുമ്പോ എന്താണ്? ബി ശരീഅത്തിൻ മിൻ ഖബ്ലിഹി, അദ്ദേഹം മുമ്പുള്ള നബിന്റെ ശരീഅത്ത് തന്നെയാണ് ജനങ്ങളോട് പറയാ. ഒരു പുതിയ ശരീഅത്തുമായി വന്നിട്ട് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്തം അദ്ദേഹത്തിന് ഉണ്ടാവില്ല. തന്റെ മുമ്പ് വന്ന നബി കൊണ്ടുവന്ന ശരീഅത്ത് അത് പുനരുജ്ജീവിപ്പിക്കുക, അതിനെ പുനരുദ്ധരിക്കുക, അത് മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകമായിട്ട് പുതിയ ഒന്ന് എത്തിച്ചു കൊടുക്കേണ്ട കാര്യം, ചുമതല അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അത് ഏൽപ്പനല്ല, ബലാഗില്ല. ഇങ്ങനെ റസൂൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെയാണ് മിനർ റുസുൽ ലിയുജദ്ദിദഹ, കണ്ടോ? ആ ശരീഅത്തിനെ അയാൾ ജദ്ദദ യുജദ്ദിദു, പുനർജീവിപ്പിക്കുന്നു, പുനരുദ്ധരിക്കുന്നു.
തന്റെ മുമ്പുള്ള ഒരു ശരീഅത്ത്, ബി ശരീഅത്തിൻ മിൻ ഖബ്ലിഹി മിനർ റസൂൽ, റസൂലുകളിൽ നിന്ന് തന്റെ മുമ്പ് വന്ന ഒരു നബി കൊണ്ടുവന്ന ആ ശരീഅത്തിനെ ഒന്ന് പുനർജീവിപ്പിക്കാനാണ് അദ്ദേഹത്തോടുള്ള കൽപ്പന. ഖാല തആല വലഖദ് ബഅസ്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂലൻ, എല്ലാ ഉമ്മത്തിലേക്കും നാം റസൂലിനെ നിയോഗിച്ചിട്ടുണ്ട്. എന്താണ് ആ റസൂലിനോടുള്ള കൽപ്പന? റസൂൽ അവരോട് പറഞ്ഞെന്താ? അനിഅ്ബുദുല്ലാ, നിങ്ങൾ അല്ലാഹ് ഇബാദത്ത് എടുക്കണം. വജ്തനിബുത് താഗൂത്ത്, താഗൂത്തിനെ നിങ്ങൾ പാടെ വെടിയണം. വഖാല തആല വഇൻ മിൻ ഉമ്മത്തിൻ, ഒരു ഉമ്മത്തുമില്ല ഇല്ലാ ഖലാ ഫീഹാ നദീർ, ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത. ഖലാ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയി, കാലം കഴിഞ്ഞുപോയി. ഒരു മുന്നറിയിപ്പുകാരൻ കഴിഞ്ഞു പോയിട്ടില്ലാത്ത ഒരു ഉമ്മത്തും ഇല്ല. വറുസുലു ബശറുൻ, റസൂലുകൾ മനുഷ്യന്മാരാണ്. മിൻ ബനി ആദം, ആദമിന്റെ മക്കളിൽപ്പെട്ട. മഖ്ലൂഖൂൻ, അവർ സൃഷ്ടിക്കപ്പെട്ടവരാണ്. ലൈസ ലഹും മിൻ ഖസാഇസിർ റുബൂബിയ്യത്തി വൽ ഉലൂഹിയ്യത്തി ശൈഉൻ, റുബൂബിയ്യത്തിന്റെയും ഉലൂഹിയ്യത്തിന്റെയും യാതൊരു പ്രത്യേകതകളും അവർക്കില്ല. വതൽഹഖുഹും ഖസാഇസുൽ ബശരിയ്യത്തി, അവർക്ക് അവരുടെ കൂടെയുണ്ടാവും എന്ത്? മനുഷ്യത്വത്തിന്റെ പ്രത്യേകതകൾ. മിനർ റഹ്മത്തി, കാരുണ്യം, വൽ മൗത്ത്, മരണം, വൽ ഹാജത്തി ഇല തആമി വശറാബ്, ഭക്ഷണപാനീയങ്ങളിലേക്കുള്ള ആവശ്യം, ഇതല്ലാത്ത. ഇതൊക്കെ മനുഷ്യന്മാരുടെ പ്രത്യേകത അല്ലേ? വേദന ഉണ്ടാവുമ്പോ കരയുക, ദുഃഖം ഉണ്ടാവുമ്പോ കരയുക, സന്തോഷം ഉണ്ടാവുമ്പോ ചിരിക്കുക, വിശപ്പ്, ദാഹം, ക്ഷീണം, തളർച്ച, രോഗം, ഇതൊക്കെ മനുഷ്യന്റെ പ്രത്യേകത. അങ്ങനത്തെ പ്രത്യേകതകളൊക്കെ നബിമാർക്ക് ഉണ്ടായിരുന്നു. റുബൂബിയത്തിന്റെ ഉലൂഹിയത്തിന്റെ ഒരു പ്രത്യേകതയും അവർക്ക് ഉണ്ടായിരുന്നില്ല. അൽ ഉമൂറുല്ലത്തി യതളമ്മനുഹൽ ഈമാനു ബിർറുസുൽ, റസൂലുകളെ കുറിച്ചുള്ള വിശ്വാസം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ. അവ്വലൻ അൽ ഈമാനു ബി അന്ന റിസാലതഹും ഹഖ്ഖും മിനല്ലാഹി തആല, അൽ ഈമാൻ, ഒന്നാമതായി വിശ്വസിക്കൽ, ബി അന്ന റിസാലതഹും, അവരുടെ ദൗത്യം, അള്ളാഹു അവരെ ഏൽപ്പിച്ച ദൗത്യം, അതിനാണ് റിസാലത്ത് എന്നറിയാം. ഹഖ്ഖും മിനല്ലാഹി തആല, ഫമൻ കഫറ ബിരിസാലത്തി വാഹിദിൻ മിൻഹും ഫഖദ് കഫറ ബിൽ ജമീ, അത് അള്ളാഹുവിൽ നിന്നുള്ള സത്യമാണ്. ബി അന്ന റിസാലത്തും ഹഖ്ഖും മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നുള്ളൊരു സത്യമാണത്. ആരെങ്കിലും ഏതെങ്കിലും ഒരു നബിയുടെ റിസാലത്തിനെ നിഷേധിച്ചാൽ എല്ലാ റിസാലത്തുകളെയും നിഷേധിച്ചതുപോലെയാണ്. ഇപ്പൊ കദ്ദബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ എന്ന് പറഞ്ഞു. നൂഹ് നബിയുടെ ജനത റസൂലുകളെ നിഷേധിച്ചു. യഥാർത്ഥത്തിൽ നൂഹ് നബിനെ നിഷേധിച്ചിട്ടുള്ളൂ, കളവാക്കിയിട്ടുള്ളൂ. നൂഹ് നബിനെ കളവാക്കിയാൽ തന്നെ എല്ലാ നബിമാരെയും കളവാക്കിയതുപോലെയാണ് എന്ന സൂചനയാണത്. നൂഹ് നബിന്റെ മുമ്പ് ഒരുപാട് റസൂലുമാർ വന്നിട്ട് ഓലൊക്കെ നിഷേധിച്ചിട്ടോ? ഇവര് നൂഹ് നബിനെ തന്നെ അവർ നിഷേധിച്ചിട്ടുള്ളൂ. പക്ഷെ ഒരു നബിനെ നിഷേധിച്ചാൽ തന്നെ എല്ലാ നബിമാരെയും നിഷേധിച്ചതുപോലെ. അതാണ് മുർസലീൻ എന്ന് ഉപയോഗിച്ചത്. അതതിന്റെ സൂചന. കദ്ദബത്ത് ഖൗമു നൂഹിൻ അൽ മുർസലീൻ, സൂറത്ത് ശുഅറ ആയത്ത് 105. സാനിയൻ അൽ ഈമാൻ ബിമൻ അലിംന ഇസ്മഹു മിൻഹും ബിസ്മിഹി, റസൂലുകളിൽ നിന്നും നാം പേര് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളെ അവരെ പേര് സഹിതം വിശ്വസിക്കുക. മിസ്ല, ഏതുപോലെ മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, ഈസ, വനൂഹൻ. അവരുടെ പേര് കേൾക്കുമ്പോൾ എന്താ പറയേണ്ടത്? അലൈഹിസ്സലാത്തു വസ്സലാം. വഹൗലായിഹും ഉലുൽ അസ്മി മിനർ റുസുൽ, ഈ 5 ആളുകൾക്കാണ് എന്ത് പേര് പറയാ? ഉലുൽ അസ്മ്. വഅമ്മാ മൻ ലം നഅലം ഇസ്മഹു മിൻഹും, അവരിൽ നിന്നും നാം പേര് മനസ്സിലാക്കിയിട്ടില്ലാത്തവർ, ഫനുഅ്മിനു ബിഹി ഇജ്മാലൻ, അവരെ കുറിച്ച് നമ്മൾ മൊത്തത്തിൽ വിശ്വസിക്കണം. അപ്പൊ ഒരുപാട് നബിമാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. 1,24,000 എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് ദുർബലമാണെന്ന് പറയുന്നുണ്ട്. എന്നാലും അങ്ങനെ തള്ളിക്കളയേണ്ട റിപ്പോർട്ടല്ല എന്ന് പറഞ്ഞ മുഹദ്ദിസുകളുണ്ട്. അപ്പൊ ലക്ഷക്കണക്കിന് 1,00,000-ലധികം പ്രവാചകന്മാർ വന്നിട്ടുണ്ട്, നബിമാർ വന്നിട്ടുണ്ടെങ്കിൽ, റസൂലുകൾ വന്നിട്ടുണ്ടെങ്കിൽ, റസൂലും നബിമാരുമായിട്ട് 1,00,000-ലധികം വന്നിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ 25 ആളെ പേര് മാത്രമേ ഖുർആനില് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചിലതൊക്കെ ബൈബിളിലും പിന്നെ തഫ്സീറിലും ഒക്കെ വന്നിട്ടുണ്ട്, കുറച്ചൊക്കെ, ചിലതൊക്കെ. പക്ഷേ എന്നാലും ഒരുപാട് നബിമാരെ പേര് നമ്മൾ കിട്ടിയിട്ടില്ല. അവരെ കുറിച്ചൊക്കെ മൊത്തത്തിൽ വിശ്വസിക്കുക. ഖാല തആല വലഖദ് അർസൽനാ റുസുലൻ മിൻ ഖബ്ലിക്, നിനക്കുമ്പ് നാം ധാരാളം റസൂലുകളെ അയച്ചിട്ടുണ്ട്. മിൻഹും മൻ ഖസസ്നാ അലൈക്, അവരിൽ നിന്നും നാം നിനക്ക് കഥ പറഞ്ഞു തന്നവരുണ്ട്. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്,
നാം നിനക്ക് വിവരിച്ചു തന്നിട്ടില്ലാത്തവരും ഉണ്ട്. അള്ള പറഞ്ഞു തന്നത് 25 മാത്രമേ ഉള്ളൂ, പറഞ്ഞു തരാത്ത ഒരുപാടുണ്ട്. അവരെ കുറിച്ച് മൊത്തത്തിൽ വിശ്വസിക്കാം. സാലിസൻ തസ്ദീഖുമാ സഹ അൻഹും മിൻ അഖ്ബാരിഹിം, അവരെ വാർത്തകളിൽ നിന്നും അവരെ വിവരണങ്ങളിൽ നിന്നും സഹീഹായി വന്നതൊക്കെ നമ്മൾ സത്യപ്പെടുത്തണം. നബിമാരെ സംബന്ധിച്ച് വന്നിട്ടുള്ള കുറെ വാർത്തകൾ ഖുർആനിലും മുഴുവനില്ല, കുറെയൊക്കെ ഹദീസുകളിലുള്ളത്. അതൊക്കെ സനദ് സഹീഹായി വന്നത് മാത്രം വിശ്വസിക്കില്ലാത്ത ഒരുപാട് ഇസ്രായേലിയാത്ത് കള്ളക്കഥകൾ ബൈബിളിൽ വന്നു മറ്റൊക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, വിശ്വസിക്കേണ്ടതില്ല. റാബിഅൻ, നാലാമത് അൽ അമലു ബി ശരീഅത്തി മൻ ഉർസില ഇലൈനാ മിൻഹും, അവരിൽ നിന്നും നമ്മളിലേക്ക് ഒരു ശരീഅത്തുമായി അയക്കപ്പെട്ടവരുണ്ടല്ലോ, അവരുടെ ശരീഅത്ത് കൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. അതിൽ ആ ശരീഅത്ത് ഏതാണ്? നമ്മൾ അമൽ ചെയ്യാൻ ബാധ്യതപ്പെട്ട ശരീഅത്ത്, ദുർബലപ്പെടുത്തപ്പെട്ടിട്ടില്ലാത്ത ശരീഅത്ത് ഏതാ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ശരീഅത്ത്. അൽ അമലു ബി ശരീഅത്തി മൻ ഉർസില ഇലൈനാ മിൻഹും, അവരിൽ നിന്നും നമ്മളിലേക്ക് ഒരു ശരീഅത്തുമായി അയക്കപ്പെട്ട ആ ശരീഅത്ത് കൊണ്ട് നാം അമൽ ചെയ്യണം. വഹുവ, അതാരാണ് അയക്കപ്പെട്ട ആള്? ഖാതമുഹും മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിൽ അന്തിമനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അപ്പൊ എന്തൊക്കെയാണ് റസൂലുകളിലുള്ള ഈമാൻ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ? അവന്റെ വിശാലത്തൊക്കെ സത്യമാണ്, അള്ളാഹുവിൽ നിന്നുള്ള സത്യമായ ദൗത്യമാണ്. അവർ സ്വന്തം മെഞ്ഞുണ്ടാക്കിയൊന്നല്ല, അള്ള ഏൽപ്പിച്ച തന്നെയാണ്. ആരെങ്കിലും അതിൽ ഒരു റിസാലത്തിനെ നമ്മൾ തള്ളിപ്പറഞ്ഞ എല്ലാ റിസാലത്തിനും തള്ളിപ്പറഞ്ഞതുപോലെ. ഈ തെളിവെന്താ? നോഹി നബിന്റെ ആളുകൾ എല്ലാ റസൂലുകളെയും നിഷേധിച്ചിട്ടുണ്ടോ? ഇല്ല. നോഹി നബിനെ നിഷേധിച്ചപ്പോ തന്നെ എന്തായി? പിന്നെ നമ്മൾ പേരറിയുന്ന നബിമാരെ പേര് സഹിതം വിശ്വസിക്കുക. അതിൽ ഉല്ലുൽ അസ്മിൽപ്പെട്ട 5 നബിമാരൊക്കെ? മുഹമ്മദ്, ഇബ്രാഹിം, മൂസ, ഈസ, നൂഹ് അലൈഹിമുസ്സലാം. പേരറിയാത്തവരെ മൊത്തത്തിൽ വിശ്വസിക്കുക. പേരറിയിച്ചു തരാത്തവരുണ്ട് എന്നുള്ള തെളിവെന്താ? സൂറത്തിന് ഗാഫിറിലെ ആയത്ത്. ഏതായത്ത്? മിൻഹും മൻ ഖസസ്നാ അലൈക്, അവരിൽ നിന്ന് നാം നിനക്ക് പറഞ്ഞു തന്നവരുണ്ട്. വമിൻഹും മൻ ലം നഖ്സുസ് അലൈക്, നാം പറഞ്ഞു തരാത്തവരും. പിന്നെ അവരുടെ വാർത്തകളിൽ നിന്നും സഹീഹായി വന്നതൊക്കെ വിശ്വസിക്കണം. പിന്നെ അവരിൽ അന്തിമനായ മുഹമ്മദ് കൊണ്ടുവന്ന ശരീഅത്ത് കൊണ്ട് നമ്മൾ അമൽ ചെയ്യണം. ഇനി സമറാത്തുൽ ഈമാനി ബിർ റസൂൽ, റസൂലുകളെ കൊണ്ടുള്ള വിശ്വാസം, ആ വിശ്വാസത്തിന്റെ സൽഫലങ്ങൾ. അവ്വലൻ അൽ ഇൽമു ബി റഹ്മത്തില്ലാഹി തആല വ ഇനായതിഹി ബി ഇബാദിഹി ഹൈതു അർസല ഇലൈഹിമുർ റസൂല ലിഹിദായതിഹിം ബിലാ സിറാത്തില്ലാഹിൽ മുസ്തഖീം വലിയുബയ്യിനു ലഹും കൈഫ യഅബ്ദൂനല്ലാഹ്. അൽ ഇൽമു ബി റഹ്മത്തില്ലാ, അള്ളാന്റെ റഹ്മത്തിനെ കുറിച്ച് മനസ്സിലാക്കൽ. അള്ളാന്റെ റസൂലുകളെ കൊണ്ടുള്ള വിശ്വാസത്തിന്റെ പ്രയോജനാണ് അള്ളാന്റെ റഹ്മത്ത്, അവന്റെ ഇബാദ്, അവന്റെ അടിമകളോട് അവനുള്ള ശ്രദ്ധ, അത് മനസ്സിലാക്കൽ. കാരണം അള്ളാഹു അവരിലേക്ക് റസൂലുകളെ അയച്ചു. എന്തിനു വേണ്ടി? സിറാത്തുൽ മുസ്തഖീമിലേക്ക് അവരെ വഴി കാണിക്കാൻ വേണ്ടി. മാത്രമല്ല അവർ എങ്ങനെയാണ് അള്ളാഹുവിനെ ആരാധിക്കേണ്ടത് എന്ന് വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടിയും. നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കണം, പക്ഷെ എങ്ങനെ ഇബാദത്ത് എടുക്കേണ്ടത് ഓരോരുത്തരും തോന്നിയ പോലെയാ അല്ല. അത് പഠിപ്പിക്കാനാണ് ആര് വന്നത്? പ്രവാചകന്മാർ വന്നത്, റസൂലുകൾ വന്നത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുകൾ അയച്ചു. എന്തിനു വേണ്ടി? ജനങ്ങൾക്ക് സിറാത്തുൽ മുസ്തഖീം കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അല്ലെ? ഒരുപാട് വഴികൾ ഈ ലോകത്തുണ്ട്. അതിൽ മുസ്തഖീമായ സിറാത്ത് ഏതാണ്? ആരാ പറഞ്ഞുതരാ? നബിമാരാണ്. അതിനുവേണ്ടി അയച്ചത്. പിന്നെ എങ്ങനെയാണ് അള്ളാഹിനെ ആരാധിക്കേണ്ടത് പഠിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇതിലൂടെയൊക്കെ അള്ളാഹു തന്റെ അടിമകളോട് വളരെ ശ്രദ്ധയുള്ളവനും റഹ്മത്തുള്ളവനുമാണ് എന്ന് നമുക്ക് മനസ്സിലാവും. കാരണം അവരെ വഴിയറിയാതെ വെറുതെ വിട്ടിട്ടില്ല. എങ്ങനെ അള്ളാഹിനെ ആരാധിക്കുന്നത് പഠിപ്പിക്കാതെ വിട്ടിട്ടില്ല. അവർക്ക് നേർമാർഗം കാണിച്ചു കൊടുക്കാൻ റസൂലുകളെ അയച്ചു എന്നുള്ളത് അള്ളാഹു ചെയ്ത റഹ്മത്താണ്. അവ ഈ വിശ്വാസം ഉണ്ടാകുമ്പോൾ ആ ഒരു പ്രയോജനം നമുക്ക് ആ വിശ്വാസത്തിൽ കിട്ടും. രണ്ടാമത്തെ പ്രയോജനം എന്താ? ശുക്റുഹു തആല അലാ ഹാദിഹി നിഅമത്തുൽ കുബ്ര, മഹത്തായ അനുഗ്രഹം. റസൂലുകളെ അയക്കുക എന്നത് മനുഷ്യകുലത്തോട് അള്ളാഹു ചെയ്ത വലിയ നിഅമത്താണ്. നിഅമത്തുൻ കുബ്ര, ഏറ്റവും വലിയ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കുക. സാലിസൻ മഹബ്ബത്തുർ റസൂൽ അലൈഹിമുസ്സലാം വതഅളീമുഹും വസ്സനാഉ അലൈഹിം ബിമാ യലീഖു ബിഹിം ലിഅന്നഹും റസൂലുള്ളാഹി തആല
വഖാമു ബിഇബാദതിഹി വതബ്ലീഗ് റിസാലതിഹി വനസ്ഹി ലിഇബാദിഹി. കണ്ടോ, റസൂലുകളെ ഇഷ്ടപ്പെടുക, അവരെ ബഹുമാനിക്കുക, വസ്സനാഉ അലൈഹിം ബിമാ യലീഖ്, അവരോട് യോജിച്ച പ്രശംസകൾ അവർക്ക് പറയാം. യോജിക്കാത്ത പ്രശംസ പറയാൻ പാടില്ല. നബിമാരെ കുറിച്ച് ഇല്ലാത്ത പ്രശംസ അമിതമായി പ്രശംസിച്ചതുപോലെ നിങ്ങൾ ഈസാ നബിനെ നസാറാക്കൾ പ്രശംസിച്ചോ നിങ്ങളിനെ പ്രശംസിക്കരുതെന്ന് പറഞ്ഞില്ലേ? അത് അവരോട് യോജിക്കാത്തതാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലുകളാണ് അവർ. അവൻ ഇബാദത്തെടുത്തവരാണ്, അവന്റെ റിസാലത്ത് എത്തിച്ചവരാണ്, അവന്റെ അടിമകളോട് നസ്ഹ കാണിച്ചവരാണ്. അങ്ങനെയുള്ള റസൂലുകൾക്ക് യോജിച്ച പ്രശംസകൾ അവരെ കുറിച്ച് പറയാം. അവർക്ക് നൽകേണ്ട ആദരവ് നൽകണം, അവരെ സ്നേഹിക്കണം. ഇതൊക്കെ റസൂലുകളെ കുറിച്ചുള്ള ഈമാൻ പഠിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന പ്രയോജനങ്ങളാണ്. നമുക്ക് വേണ്ടത്ര റസൂലുകളോട് മഹബത്ത് തോന്നാത്തതും അവരോട് ആദരവ് തോന്നാത്തതും നമ്മൾ റസൂലുകളെ കുറിച്ച് അത്രേ പഠിച്ചിട്ടുള്ളൂ, മൊത്തത്തിലേ പഠിച്ചിട്ടുള്ളൂ. വിശദമായി പഠിക്കണം. ഇനി അഞ്ചാമത്തെ ഈമാൻ കാര്യം ഏതാണ്? അൽ ഈമാനു യൗമില്ല, അന്ത്യദിനത്തിലുള്ള വിശ്വാസം. അൽ യൗമുൽ ആഖിർ, അന്ത്യദിനം. ഹുവ യൗമുൽ ഖിയാമ, അത് ഖിയാമത്ത് നാളാണ്. അല്ലദീ, എങ്ങനെയുള്ള ദിവസമാണത്? യബ്അസുല്ലാഹു നാസ ഫീഹി ലിൽ ഹിസാബ്, ആ ദിവസം അള്ളാഹു ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ബഅസ യബ്അസു, ഉയർത്തെഴുന്നേൽപ്പിക്കും. എന്തിനു വേണ്ടി? ലിൽ ഹിസാബ്, വിചാരണക്ക് വേണ്ടി, കണക്ക് നോക്കാൻ വേണ്ടിയിട്ട്. ഈ ഭൂമിയിൽ ചെയ്തു കൂട്ടിയ വിശ്വാസ കർമ്മങ്ങളുടെയൊക്കെ കണക്ക് നോക്കാൻ വേണ്ടി, ഹിസാബിന് വേണ്ടി അള്ളാഹു അന്ന് മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വൽ ജസാ, കണക്ക് നോക്കുക മാത്രമല്ല, എന്നിട്ട് അതിന്റെ പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ. സുമ്മിയ ബിദാലിക, അതിന് ആ പേര് വെച്ചത് യൗമുൽ ആഖിർ, അവസാനത്തെ ദിവസം എന്ന് പേര് വെച്ചെന്തുകൊണ്ടാ? ലിഅന്നഹു, കാരണം ലാ യൗമ ബഅദഹു, അതിനുശേഷം പിന്നെ ദിവസമല്ല, അതിന്റെ അവസാനത്തെ ദിവസം. ഇന്നിപ്പോ ചൊവ്വാഴ്ച, നാളെ ബുധനാഴ്ച ഉണ്ടാവില്ലേ? യൗമുൽ ആഖിർ വന്നാൽ പിന്നെ അതിന്റെ പിറ്റേന്ന് ദിവസമല്ല. അതുകൊണ്ട് ആഖിർ, യൗമുൽ ആഖിർ പേരെടുത്ത്. ലാ യൗമ ബഅദഹു, അതിനുശേഷം പിന്നെ യൗമില്ല, അത് യൗമുൽ ആഖിറാണ്, അവസാനത്തെ ദിവസമാണ്. അതിനാണ് അന്ത്യനാൾ എന്നൊക്കെ നമ്മള് ഇതൊന്നും പറയുമ്പോ നമ്മൾ ചിന്തിക്കൂല, അങ്ങനെ പറഞ്ഞു പോലാണല്ലേ. മായത്തദമ്മനുൽ ഈമാനു ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറിലുള്ള വിശ്വാസം അത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അൽ ഈമാനു ബിൽ ബഅസ്, ഉയർത്തെഴുന്നേൽപ്പിലുള്ള വിശ്വാസം. വൽ ബഅസു ഹഖ്ഖുൻ സാബിതുൻ, ഉയർത്തെഴുന്നേൽപ്പ് എന്നത് സത്യമാണ്, സ്ഥിരപ്പെട്ടതാണ്. ദല്ല അലൈഹി, അതിനറിയിച്ചു തന്നിട്ടുണ്ട്. അൽ കിതാബ് വസ്സുന്ന, കിതാബും സുന്നത്തും, വ ഇജ്മാഉൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങൾ ഏകണ്ഠമായ അഭിപ്രായവും ബഅസ് ഉണ്ട് എന്നാണ് അറിയിക്കുന്നത്. ബഅസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതേ ശരീരത്തോടു കൂടി എന്താണ്, പരലോകത്ത് എഴുന്നേറ്റ് വരും എന്ന് വിശ്വസിക്കണം. മരിച്ച് മണ്ണായി പോയാൽ പിന്നെ എങ്ങനെ അശരീരം തിരിച്ചു വരാന്ന് പലർക്കും സംശയം അല്ലേ? അയതുക്കും മന്നക്കും മിതാമിത്തും അല്ലേ, വന്നക്കും മുഖ്റജൂൻ അല്ലേ, വേറെ ആഫലിങ്ങളില്ലേ സൂറത്തുൽ മുഅ്മിനൂനില്? അയതുക്കും, അദ്ദേഹം നിങ്ങളെ ഭീഷണിപ്പെടുത്തുകയാണോ? അന്നക്കും ഇതാ മിത്തും വകുന്തും തുറാബും വഇളാമ, നിങ്ങൾ എല്ലും മണ്ണുമൊക്കെ ആയ ശേഷം പിന്നെ നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നാണോ പറയുന്നത്? ഹൈഹാത്ത ലിമാ തുഅദൂൻ, നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന വിദൂരം ഒന്നും സംഭവിക്കാൻ പോണില്ല. എന്നിട്ടാ പറഞ്ഞത്, ഇൻ ഹിയ ഇല്ലാ ഹയാത്തുന ദുനിയ, ജീവിതം എന്ന ഈ ദുനിയാവിലെ ജീവിതം മാത്രമാണ്. നമൂത്തു വനഹയ, ഇവിടെ മരിക്കുന്നു ഇവിടെ ജീവിക്കുന്നു. വമാ നഹ്നു ബിമബ്ഊസീൻ, നമ്മൾ ഒരിക്കലും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയില്ല. ബഅസിനെ നിഷേധിച്ച ഒരുപാട് ആളുകൾ. അപ്പൊ ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്ന് വിശ്വസിക്കണം. പലരും പറയുന്നുണ്ട് പുനർജന്മം ഇസ്ലാമിലില്ല, പുനരുത്ഥാനമാണുള്ളത്. പാപ്പിനിശ്ശേരിത്തിയിലെടുക്ക്. ബഅസ് എന്ന് പറഞ്ഞാൽ പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പുണ്ട്, പക്ഷെ എന്തില്ല? പുനർജന്മല്ല. പുനർജന്മം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ വിശ്വാസം. എന്താ? ഒരു ജന്മത്തിൽ നല്ലത് പ്രവർത്തിച്ചാൽ നല്ല ജീവിയായിട്ട് അടുത്ത ജന്മത്തിൽ വരും. പട്ടിങ്ങനെ പോകുമ്പോ മുത്തശ്ശി വരും, പോണുണ്ടില്ലേ ജന്മ പാപാവും. പഴയ ജന്മത്തിൽ ചെയ്ത പാപം കൊണ്ടാണ് ഏതോ നല്ല മനുഷ്യനായിരിക്കും ഇപ്പൊ ഈ ജന്മത്തിൽ എന്തായി പട്ടിയാ പോണ്. ഇതിനാണ് പുനർജന്മം എന്ന് പറയാ. ഇത് ഇസ്ലാമിലില്ല. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു പോകരുത്. ചില ആളുകൾ പ്രത്യേകം പോയി ഇസ്ലാം പുനർജന്മത്തെ കുറിച്ച് പഠിപ്പിക്കണം, പുനർജന്മത്തെ ഇസ്ലാം പഠിപ്പിക്കണേല്ല.
പുനരുത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പ്. അതിനാണ് അറബിയിൽ പറയുന്നത് ബഅസ് മാത്രം പഠിക്കേണ്ട വിഷയമാണ്. ബഅസിനെ പറ്റിയുള്ള പ്രസംഗം ഏതിലും കേട്ടണോ? പുനരുത്ഥാനം മാത്രം കേട്ടില്ല. മലയാളത്തില് ഞാൻ പ്രത്യേകിച്ചിട്ടുണ്ട്. എന്റെ ബഅസുണ്ട് കേട്ടോ. NIT ആദ്യം ഇവരെ കോളേജിൽ പോയിട്ട് നമ്മൾ ക്ലാസ് നിങ്ങൾ റെക്കോർഡ് ചെയ്തിട്ട് ബഅസ് മാത്രം എത്ര മണി? 1.5 മണിക്കൂറോ? പുനരുത്ഥാനം മാത്രം വിഷയമാണ്. അത് ഖുർആൻ ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. കാരണം അതിനെ നിഷേധിക്കുന്ന കുറെ ആളുകൾ ഒക്കെ മരണാനന്തര ജീവിതം ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും പുനരുത്ഥാനം അതങ്ങട്ട് അതിന് ഖുർആൻ തെളിവുകൾ സ്ഥാപിക്കുന്നുണ്ട്. സാനിയൻ രണ്ടാമത്തേത് അൽ ഈമാൻ ബിൽ ഹിസാബി വൽ ജസാ, വിചാരണയും പ്രതിഫലം നൽകലും ഉണ്ട് എന്ന് വിശ്വസിക്കണം. ഫയുഹാസബുൽ അബ്ദു അലാ അമലിഹി വയുജാസ അലൈഹി, ഒരടിമ അവന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ വിചാരണ ചെയ്യപ്പെടും, എന്നിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യും. ഹിസാബും ജസാഉം. എന്താ ഹിസാബ്? കണക്ക്. അതെല്ലാവർക്കും അറിയുന്ന. നമ്മൾ ഹിസാബ് നോക്കിയില്ലല്ലോ അറിയും. അതിന്റെ ഒരു ഹിസാബ് ബാക്കിയുണ്ടല്ലോ, അതിന്റെ നമ്മൾ വീക്കണ വാക്ക ഹിസാബ്. പ്രതിഫല ഇജാസാല് വഖദ് ദല്ല അലാ ദാലിക, അതിനെ അറിയിച്ചിട്ടുണ്ട് കിതാബും സുന്നത്തും മുസ്ലിമീങ്ങളുടെ ഇജ്മാഉം. സാലിസൻ അൽ ഈമാനു ബിൽ ജന്നത്തി വന്നാർ, സ്വർഗത്തെ കൊണ്ടും നരകത്തെ കൊണ്ടും വിശ്വസിക്കുക. വഅന്നഹുമാ അൽ മആലുൽ അബദിയ്യു ലിൽ ഖൽഖി, സൃഷ്ടികളുടെ അവസാനത്തെ മടക്കസ്ഥാനം അത് രണ്ടുമാണ്. ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ മആൽ, മടങ്ങിച്ചെല്ലുന്ന സ്ഥലം. അൽ അബദിയ് എന്നേക്കുമുള്ള, അബദിയെ അബദൻ എന്നേക്കുമുള്ള മടക്കസ്ഥാനം അതാണ്. വയൽഹഖുൽ ഈമാന ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറിലെ വിശ്വാസവുമായി ചേരുന്നതാണ് കുല്ലുമായ യകൂനു ബഅദൽ മൗതി, മരണത്തിന് ശേഷം ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും യൗമുൽ ആഖിറിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. മിസ്ല പോലെ, ഏതുപോലെ? ഒന്ന് ഫിത്നത്തുൽ ഖബർ, ഖബറിലുള്ള പരീക്ഷണം, ഖബറിലെ ചോദ്യം അല്ലേ, ഖബറിൽ ഞെരുക്കല്, ഇതൊക്കെ അല്ലേ? അതെല്ലാം ഇതിലവിടെ യൗമുൽ ആഖിറിലെ വിശ്വാസത്തിലാണ് പെടുക. 2 അദാബുൽ ഖബർ, ഖബറിലുള്ള അദാബ്, ശിക്ഷ. വനഈമുഹു, അവിടെയുള്ള സുഖം. ഖബറിലുള്ള രക്ഷാശിക്ഷകളൊക്കെ അത് യൗമുൽ ആഖിറിലെ വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്, ചേർന്ന് നിൽക്കുന്നതാണ്. ഈ യൗമുൽ ആഖിറിലെ വിശ്വാസം ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് പറഞ്ഞാട്ടെ. ഇബ്നു ഉമർ, എന്റെ ഒച്ച കേൾക്കുന്നില്ലല്ലോ. എന്താ വയസ്സ്? പുനരുത്ഥാനത്തിലുള്ള വിശ്വാസം. അവിടെ നമ്മൾ പറഞ്ഞു പുനർജന്മമല്ല, ഈ ശരീരത്തോടു കൂടി തന്നെ ഇക്കണ്ണും കാതും കയ്യും കാലും ഒക്കെ എത്തി നാളെ വരും. അതിപ്പോ പിന്നെ കത്തിച്ച് വെണ്ണീറാക്കി കുറെ ഗംഗയിലും കുറെ കടലിലും കുറെ അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോയിട്ടാലും ഒരു കാര്യമില്ല. ബുഖാരിലൊരു ഹദീസ് ഉണ്ട്, ഒരാള് ഖബർ ശിക്ഷ പേടിച്ചിട്ട് മക്കളോട് വസിയത്ത് ചെയ്ത്, മക്കളെ ഞാൻ മരിച്ചങ്ങൾ എന്നെ കരിച്ചിട്ട് വെണ്ണീറാക്കിയിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് ധൂളിയൊക്കെ ഇട്ടേക്കണ കാട്ടിലും കടലിലും ഒക്കെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിനോട് പറഞ്ഞു, അല്ലല്ല, ഒരാള് മുൻകാലത്ത് ഒരാൾ ചെയ്തതുണ്ട് ഹദീസ. അപ്പൊ അള്ള കടലിനോട് പറഞ്ഞു നിന്റെ അടുക്കലൊക്കെ കൊണ്ട് കൂട്ട്, ഭൂമിയോട് പറഞ്ഞു നിന്റെ അടുക്കലുള്ളൊക്കെ കൂട്ട്. എന്നിട്ട് അയാൾ എണീറ്റുന്നു, അയാൾ എണീപ്പിച്ചിർത്തിയല്ല. എന്നിട്ട് ചോദിച്ച് എന്തിനാ ചെയ്ത്? പടച്ചോനെ ഞാൻ പേടിച്ചിട്ട് ചെയ്തതാണ്, അപരിശിച്ച എന്നെ പേടിച്ചിട്ട് ഞാൻ അങ്ങനെ വസിയത്ത് ചെയ്താണ്. അപ്പൊ അള്ളാഹ് പുറത്തു കൊടുത്തു എന്നാ മനസ്സിലായി. അപ്പൊ നമ്മള് കരിച്ച് ധൂളിയാക്കി വിട്ടാലും ഉണ്ടാവില്ല, രക്ഷപ്പെടൂല. അവിടെ ഒഴിക്കി ഇവിടെ ഒഴിക്കി എന്നുള്ള നിമജ്ജനം ചെയ്തു, ഒരു കാര്യമുണ്ട്. പിന്നെ ഖബർ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഖബറിൽ തന്നെയുള്ള ശിക്ഷ തന്നെ കൊണ്ട്. അപ്പൊ ഖബറില്ലാത്തവരും ഉണ്ടാവില്ലേ? കടലിൽ പോയി, എന്ത് ഖബറ അവന്? കാട്ടിൽ പോയി മൃഗം തിന്നുപോയി, അല്ലെങ്കിൽ മത്സ്യം തിന്നുപോയി കടലിൽ നിന്ന്. ഖബർ എന്ന് പറഞ്ഞാൽ ഖബർ ശിക്ഷ പറഞ്ഞാൽ ഭൂരിഭാഗം ആളുകളും ഖബറിലായിരിക്കും. ഖബറിൽ അല്ലാത്ത കുറെ മനുഷ്യന്മാരും ഉണ്ടാവും, ഇങ്ങനെ കത്തിച്ചു പോയൊരു മീൻ തിന്നുപോലൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ബർസഖി ശിക്ഷ അവർക്കൊക്കെ ഉണ്ടാവും. എനിക്ക് അള്ളാഹു കഴിവുള്ളവനാണ്. എന്നപ്പോ ഈ ഉദാഹരണം പറഞ്ഞ്
പിന്നെ രണ്ടാമത്തത് ഹിസാബിലും ജസായിലും വിശ്വസിക്കുക. എന്താ ഹിസാബ്? കണക്ക് നോക്കൽ. ജസായ് പ്രതിഫലം കൊടുക്കൽ. മൂന്നാമത്തത് സ്വർഗത്തിലും നരകത്തിലും വിശ്വസിക്കൽ. പിന്നെ യൗമുൽ ആഖിറുമായി ബന്ധപ്പെട്ട എന്തൊക്കെയാണ്? ഖബറുള്ള പരീക്ഷണവും ഖബർ ശിക്ഷയും രക്ഷയൊക്കെ പെട്ടതാണ്. ഇനി സമറാത്തുൽ ഈമാനി ബിൽ യൗമിൽ ആഖിർ, യൗമുൽ ആഖിറിലെ വിശ്വാസത്തിന്റെ ഫലങ്ങൾ, സമറാത്ത് ഫലങ്ങൾ, പ്രയോജനങ്ങൾ, സൽഫലങ്ങൾ. അവ്വലൻ ഒന്ന്, അർറഹ്ബത്തു മിൻ ഫിഅലിൽ മഅസിയത്തി, കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള പേടി, വജിലാബിഹ, അതിൽ തൃപ്തിപ്പെടാനുള്ള പേടിയും, ഖൗഫൻ മിൻ ഇഖാബില്ലാഹി ഫീ ദാലിക്കൽ യൗം, അന്നേ ദിവസത്തിലുള്ള അള്ളാന്റെ ശിക്ഷയെ പേടിച്ചുകൊണ്ട്. അപ്പൊ യൗമുൽ ആഖിറിൽ വിശ്വാസം ഉണ്ടെങ്കിൽ അതിന്റെ ഫലമാണ് എന്ത്? അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാൻ ഒരു പേടി ഉണ്ടാവും. അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കാൻ പേടി മാത്രമല്ല, ആ എതിർ പ്രവർത്തനത്തിൽ ഇങ്ങനെ തൃപ്തിപ്പെട്ടുകൊണ്ട് പോകലും അതിനും പേടി ഉണ്ടാവും, അള്ളാന്റെ ഇഖാബ് ഭയന്നിട്ട്. രണ്ടാമത്തേത് റഗബത്ത് ഫീ ഫിഇലി തഅതി വൽ ഹിർസു അലൈഹ, പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവും. അതൊക്കെ ചെയ്തിട്ട് മരിച്ചൊക്കെ വട്ടപൂജയല്ലേ, ഓ മരിച്ചാലും ഞാൻ മരിച്ചാലും ഒക്കെ. അപ്പൊ ആർക്കും ഒരു താല്പര്യം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ സ്വർഗമുണ്ട്, പ്രതിഫലമുണ്ട്, ശിക്ഷയെന്ന് വിട്ടുന്നല്ല, ചെറ്റിന്ന് വിട്ടുന്ന കൂലിയുണ്ട് എന്ന് പറയുമ്പോൾ ആളുകൾക്ക് താഴത്ത് പ്രവർത്തിക്കേണ്ട, താഴത്ത് പുണ്യകർമ്മം, പുണ്യകർമ്മങ്ങൾ പ്രവർത്തിക്കാൻ റഗബത്ത് ആഗ്രഹം ഉണ്ടാവും. വൽ ഹിർസു അലൈഹ, അതിൽ അതീവ താല്പര്യം ഉണ്ടാവും. ഹിർസ് എന്താ? അതീവ താല്പര്യം. ലി സവാബി ദാലിക്കലും, ആ ദിവസത്തിലെ കൂലി ഓർത്തുകൊണ്ട്, കൂലിക്ക് വേണ്ടി. ഒരു ഗുണം കിട്ടൂല എത്ര നന്മ ചെയ്താലും. അവരിവിടത്തെ ഗുണത്തിന് വേണ്ടിയിട്ട് അവർക്ക് എന്തൊരു താല്പര്യം ഉണ്ടാവും, ഇവിടെ പേര് വരാന്. ജനകോടികളുടെ മനസ്സിൽ ജീവിക്കുന്നത് എന്ത് ജീവിക്കല്ലേ? ഇല്ല, നിങ്ങൾ മരിച്ചിട്ടില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ, അല്ലേ? നമ്മളെ കണ്ണൂരത്തെ മുദ്രാവാക്യ രക്തസാക്ഷികൾ ചിന്താമോ, രക്തസാക്ഷികള് മരിച്ചിട്ടില്ല, ഞങ്ങളിലൂടെ നിങ്ങൾ ജീവിക്കുന്നു, ജനകോടികളുടെ മനസ്സിൽ ജീവിക്കുന്നു. എന്ത് ജീവിക്കുന്നു? ജീവിക്കോ? അപ്പൊ അതൊക്കെയാണ് ആളുകൾക്ക് ആവശ്യം. എല്ലാ ദിനാചരണങ്ങൾ, എല്ലാ രക്തസാക്ഷി ദിനാചരണങ്ങൾ ഓരോരുത്തരും പോനെ പറ്റി ഇങ്ങനെ പ്രശംസിക്കും. എന്നിട്ട് അവന്റെ അമ്മനെ കൊണ്ടുവന്നിട്ട് സ്റ്റേജിലിരുത്തും, അവന്റെ അച്ഛനെ കൊണ്ടുവന്നിരുത്തും, രക്തസാക്ഷിയുടെ അച്ഛൻ, എന്നിട്ട് അവനെ കുറെ പ്രശംസിക്കും. ഇതൊക്കെയാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിച്ചവർക്ക് അത് കിട്ടും, MLA ആക്കാൻ ആഗ്രഹിച്ചവർക്ക് അത് കിട്ടും. പിന്നെ മൂന്നാമത്തേത് തസ്ലിയത്തുൽ മുഅ്മിനി അമ്മാ യഫൂതുഹു മിനദ് ദുനിയ ബിമാ യർജൂഹു മിൻ നഈമിൽ ആഖിറതി വസവാബിഹ, മുഅ്മിനിന് ആശ്വാസം നൽകൽ, ആശ്വസിപ്പിക്കൽ. തസ്ലിയത്ത് ആശ്വസിപ്പിക്കൽ. അമ്മാ യഫൂതുഹു, അവന് നഷ്ടപ്പെടുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, മിനദ് ദുനിയ, ദുനിയാവിൽ നിന്നും, ബിമാ യർജൂഹു മിൻ നഈമിൽ ആഖിറതി വസവാബിഹ, ആഖിറത്തിലെ ഐശ്വര്യവും അവിടുത്തെ കൂലിയും അവൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇതിനു പകരമായി അവൻ ആഗ്രഹിക്കുന്ന പരലോക പ്രതിഫലം കിട്ടും എന്ന് പറഞ്ഞ് അവൻ ആശ്വസിപ്പിക്കണം. ദുനിയാവ് നഷ്ടപ്പെട്ടാൽ ഇത് പേടിക്കണ്ട, ഇവിടെ എന്ത് പോയാലും ഒരു പോക്കല്ല, ഇവിടെ എന്ത് കിട്ടിയാലും അതൊരു ലാഭമല്ല. ഇവിടെ കിട്ടിയാൽ കിട്ടിയെന്ന് വിചാരിക്കണ്ട, ഇവിടെ പോയാൽ പോയിന്നും വിചാരിക്കണ്ട, കിട്ടേണ്ടതും പോകേണ്ടതൊക്കെ അവിടെയാണ് എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസം ഉണ്ടാവും. ആ ഒരു ആശ്വാസം നൽകൽ കൂടി യൗമുൽ ആഖിറിലെ വിശ്വാസത്തിന്റെ ഫാത്തേഫൂത്ത് നഷ്ടപ്പെടുക. ദുനിയാവിൽ നിന്നും അവന് നഷ്ടപ്പെട്ടതിനെ സംബന്ധിച്ച് മുഅ്മിൻ ആശ്വസിപ്പിക്കുന്നു. ബിമാ യർജൂഹു, അവൻ പ്രതീക്ഷിക്കുന്നവ കൊണ്ട്, മിൻ നഈമിൽ ആഖിറതി വസവാബിഹ, പരലോകത്തെ ഐശ്വര്യവും പ്രതിഫലവും. സാദിസൻ, ആറാമത്തേത് അൽ ഈമാനു ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം. അൽ ഖദർ, ഖദർ എന്ന് പറഞ്ഞാൽ എന്താണ്? തഖ്ദീറുല്ലാഹി ലിൽ കായിനാത്തി. ഇതൊക്കെ നമ്മൾ അറിയുന്ന കാര്യമായതുകൊണ്ട് അങ്ങനെ വായിച്ചു പോകണം കേട്ടോ. ഈമാൻ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ? നല്ലൊരു ഉണർത്തലാണ് ഇപ്പത്. തഖ്ദീറുല്ലാഹി ലിൽ കായിനാത്തി, ഖദർ എന്ന് പറഞ്ഞാൽ അള്ളാഹു പ്രപഞ്ച കാര്യങ്ങളെ നിർണയിക്കുക എന്നാണ് അർത്ഥം, കണക്കാക്കുക എന്നാണ് അർത്ഥം. ഹസ്ബമാ സബഖ ബിഹി ഇൽമുഹു, അവന്റെ ഇൽമ്, അവന്റെ അറിവ് മുൻകടന്നതനുസരിച്ച്. വഖ്തലതുഹു ഹിക്മതുഹു, അവന്റെ അറിവ്, അതും അറിവ് തന്നെ. ഹിക്മത്ത്, അവന്റെ യുക്തി താല്പര്യപ്പെട്ടതനുസരിച്ച്.
അപ്പൊ ഏത് കാര്യം അല്ല ചെയ്യുമ്പോഴും അള്ളാഹ് അതിനെപ്പറ്റി ഒരു ഇൽമുണ്ട്, അതിലൊരു ഹിക്മത്തും ഉണ്ടാവും. ആ ഇൽമും ഹിക്മത്തും അനുസരിച്ചാണ് പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ എന്ത് ചെയ്ത് കണക്കാക്കി വെച്ചിട്ടുള്ളത്, നിർണയിച്ചു വെച്ചിട്ടുള്ളത്. ആ നിർണയത്തിനാണ് എന്ത് പറയാ, ഖദർ എന്ന് പറയാ. മനുഷ്യന്റെ കാര്യത്തിലായാലും മൃഗങ്ങളുടെ കാര്യത്തിലായാലും എല്ലാത്തിന്റെ കാര്യത്തിലും അള്ളാഹ്ക്കൊരു തഖ്ദീറുണ്ട്. ആ തഖ്ദീർ അനുസരിച്ച കാര്യം നടക്കുള്ളൂ. അതാണ് ഖദറിൽ വിശ്വസിക്കൽ. ഖളയും ഖദറും ഒന്നെ. ഖളാ തീരുമാനം, ഖദർ നിർണയം, രണ്ടും തമ്മിലുള്ള ബന്ധമൊക്കെ വരും. ഒരു വിശദമായിട്ട് പഠിക്കും മനസ്സിലാവും. അൽ-ഉമൂറുല്ലത്തി യഖ്തലിഹൽ ഈമാൻ ബിൽ ഖദർ, ഖദറിലുള്ള വിശ്വാസം തേടുന്ന കാര്യങ്ങൾ. കായിനാത്ത് പ്രപഞ്ച വസ്തുക്കൾ അല്ലെങ്കിൽ പ്രപഞ്ചത്തിലെ കാര്യങ്ങൾ. ഈമാനും ബിൽ ഖദർ തേടുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ഒന്നാമതായി അൽ ഈമാൻ ബി അന്നല്ലാഹു തആല അലിമ ബി കുല്ലി ഷൈഇൻ ജുംലതൻ വ തഫ്സീലാ, അല്ലാഹു പ്രപഞ്ചത്തിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചും മൊത്തത്തിലും വിശദമായും അറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ. ജുംലത്തൻ മൊത്തത്തിൽ. ഗൾഫിൽ ജുംലക്കടയെന്നാണ്. എന്താ ജുംലക്കട? ജിദ്ദക്കാർക്ക് അറിയാം. മൊത്ത വ്യാപാരം, ഹോൾസെയിൽ. തഫ്സീല് ഇംഗ്ലീഷ് എല്ലാവർക്കും അറിയാം, അറിയാത്ത അറിയില്ല. ജുംലത്തൻ എന്ന് പറഞ്ഞാൽ മൊത്തം എന്നാണ്, തഫ്സീൽ എന്ന് പറഞ്ഞാൽ വിശദമായി. അപ്പൊ അള്ളാഹു എല്ലാ കാര്യങ്ങളെ കുറിച്ച് അള്ളാഹ്ക്ക് മൊത്തത്തിൽ അറിയുള്ളൂ? അല്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയും. ഡീറ്റെയിൽ ആണെന്ത്? തഫ്സീൽ. ഡീറ്റെയിൽ അറിഞ്ഞ എല്ലാവർക്കും അറിയാം, തഫ്സീൽ അറിയില്ല. ജുംലത്തൻ തഫ്സീലൻ, മൊത്തത്തില് വിശദമായും അള്ളാഹുവിനെല്ലാം അറിയും എന്ന വിശ്വാസം. അസലൻ വ അബദൻ, അസലൻ എന്ന മുമ്പേ ഉള്ള അറിവാണ് അള്ളാന്റേത്. ഇടക്കാലത്തുണ്ടായ അറിവാണോ? കുറെ കാലം അറിയാതായിട്ട് പിന്നെ അറിഞ്ഞാണോ? അല്ല, മുമ്പേ ഉള്ള അറിവാണ്, ആദ്യമില്ലാത്ത അറിവ്. അബദൻ, അള്ളാഹ് അറിയാത്തവനായി പോകും. കുറെ കഴിഞ്ഞാൽ നമുക്കൊക്കെ 70-75 കഴിഞ്ഞാൽ പിന്നെ ഒന്നും തീരില്ല, കുത്തുവാവും. എന്ന മാതിരി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഒരിക്കലും ഉണ്ടാവില്ല അവന്റെ അറിവിന് മനുഷ്യന്മാരെ പോലെ അറ്റുണ്ടാവില്ല. നമുക്ക് അറിവിന് അറ്റുണ്ട് അല്ലേ? അള്ളാഹുവിന്റെ അറിവ് അറ്റമില്ലാത്ത അറിവാണ്. എന്നും അവൻ അറിയുന്നവനായിരിക്കും. അപ്പൊ ആദ്യമില്ലാത്ത അന്ത്യമില്ലാത്ത അറിവ് അള്ളാഹുവിനുണ്ട് എല്ലാ കാര്യങ്ങളെ പറ്റിയും. അത് ഡീറ്റെയിൽ ആയിട്ടുണ്ട്, മൊത്തത്തിലുണ്ട്. ഈ വിശ്വാസം അത് ഖദറിലെ വിശ്വാസം. സവാഉൻ കാന ദാലിക മിമ്മാ യതഅല്ലഖു ബി അഫ്ആലിഹി, അവന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകട്ടെ, ഔ ബി അഫ്ആലിൽ ഇബാദ്, അടിമകളുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതാകട്ടെ. തഅല്ലഖ ബി എന്ന ബന്ധപ്പെടുക. അപ്പൊ അത് ഖദറിലെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. സാനിയൻ അൽ ഈമാൻ ബി അന്നഹു കതബ ദാലിക ഫി ലൗഹിൽ മഹ്ഫൂദ്, അള്ളാഹു എല്ലാ നിർണയിച്ച കാര്യങ്ങളൊക്കെ അവൻ ലൗഹുൽ മഹ്ഫൂദിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കൽ. ആദ്യമായി അള്ളാഹ് ഉണ്ടാക്കിയത് കലമാണെന്നാണ്. ആദ്യമായി അള്ളാഹ് ഉണ്ടാക്കിയത് നബിന്റെ നൂറാന്നാ ഖൗമിന്റെ വിശ്വാസം അല്ലേ? അഖ്ബിർനിയൻ അവ്വലി ഷൈഇൻ ഖലഖഹുല്ലാഹ്, ജാബിർ റളിയല്ലാഹു അൻഹു നബിയോട് ചോദിച്ചു എന്നാണ്, നബിയെ അള്ളാഹ് ആദ്യം സൃഷ്ടിച്ച എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണം. അവർ റസൂല് പറഞ്ഞത്രേ, നൂറ നബിയിക യാ ജാബിർ, ജാബിറെ നിന്റെ നബിയുടെ നൂറാണ്. ഇത് മുസന്നഫ് അബ്ദുർ റസാഖിലുണ്ട് എന്നാണ്. മുസന്നഫ് അബ്ദുർ റസാഖ് പ്രസിദ്ധീകരിക്കാത്ത കാലത്ത് പറയാൻ എളുപ്പമായിരുന്നു. ഇപ്പൊ കുറച്ച് കൊല്ലം മുമ്പ് അത് പ്രസിദ്ധീകരിച്ചു പോയി. അതുവരെ ലൈബ്രറി കിടക്കുന്നു കയ്യെഴുത്ത് കോപ്പിയായിട്ട്. പക്ഷേ പ്രസിദ്ധീകരിച്ചു നോക്കുമ്പോ ഹദീസില്ല. അപ്പൊ ഹദീസ് അങ്ങനെ മുസന്നഫിൽ ഉണ്ട് എന്ന് ആര് പറഞ്ഞതാ? ഖസ്തല്ലാനി പറഞ്ഞതാ. ഖസ്തല്ലാനി എവിടെയാ പറഞ്ഞത്? മവാഹിബുൽ ലദുനിയ എന്ന കീറ കിതാബിൽ പറഞ്ഞതാണ്. അത് ഹദീസിന്റെ കിതാബൊന്നുമല്ല. അക്കീറ കിതാബിലുണ്ട് എനിക്ക് ബലി വെച്ച് കാച്ചി വെക്കി. അവസാനം നമ്മൾ മുസന്നഫെടുത്ത് വെല്ലുവിളിച്ച്, മൗലവി തെരഞ്ഞിട്ട് കണ്ടില്ലല്ലേ, എന്നാ മവാഹിബുൽ ലദുനിയയിലുണ്ട്. അപ്പൊ ഉറപ്പായി മുസന്നഫിലില്ല. ഞാൻ ജാമ്യം പഠിക്കുന്ന കാലത്ത് തെക്കൻകുറ്റൂർ പ്രസംഗിക്കുമ്പോഴേ പറഞ്ഞതാ, എവിടെ മുസ്ലിം? അപ്പൊ ഞാൻ മുസന്നഫ് പോയി തെരഞ്ഞു. അത് ശരിയാ, അന്ന് മുസ്ലിമിലേ ഉള്ളൂ, ജാമ്യയിലില്ല. പോയിരുന്ന് കാണാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ 20,000 എവിടെ എത്തിച്ചാൽ ശരിയാ. ഇന്നത്തെ മാതിരി കമ്പ്യൂട്ടർ അടിച്ചു നോക്കാനൊന്നുമില്ലല്ലോ. എന്നാണ് ഇപ്പൊ ഞാൻ അക്ഷരം കൊടുത്താൽ വരുമല്ലോ, അന്നാവൊന്നുമില്ലല്ലോ. കോറ ഇരുന്നിട്ട് അപ്പൊ മൗലവി തെരഞ്ഞിട്ട് കണ്ടില്ലല്ലേ. അവിടുത്തെ 14 എന്താ ലുക്മാനുല്ലാക്കി, എന്നാ മവാഹിബിന്റെ ദുനിയയിലുണ്ട്. അപ്പൊ എന്റെ മറുപടി മറ്റില്ലാന്ന് മുസന്നഫിലില്ലാന്ന് ഉറപ്പായി. അപ്പോ പേരോട് എന്താ അറിയോ?
കസ്തല്ലാനി കണ്ട മുസന്നഫിന്റെ കോപ്പി മൗലവിങ് കൊണ്ടുവന്ന ഞാൻ കൈകൊണ്ട് തൊട്ട് കാണിച്ചു തരാം. അപ്പൊ കസ്തല്ലാന്റെ മൂപ്പർക്ക് വിശ്വാസ, കസ്തല്ലാൻ എങ്ങനെ ഇല്ലാണ്ട പറയുന്ന, മുസന്നഫിനില്ലാണ്ട് കസ്തല്ലാനി പറയുമെന്ന്, കിതാബിലില്ലാതെ എന്റെ മുഹമ്മദ് പറയാറില്ലേ എന്ന മാതിരി. അപ്പൊ കസ്തല്ലാനി കണ്ട മുസന്നഫിന്റെ കോപ്പി ആര് കൊണ്ടുവന്ന് കൊടുക്കണം? ഞാൻ കൊണ്ടുവന്ന് കൊടുക്കണം. എന്നാ മൂപ്പര് തൊട്ട് കാണിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ മുസന്നഫിനുണ്ട് എന്ന് പറഞ്ഞ്, എനിക്കത് കൊണ്ടുവരേണ്ട ബാധ്യതയില്ല. കൊണ്ടുവരേണ്ട ആരാ? നിങ്ങൾ കൊണ്ടുവരണം, എന്നിട്ട് നിങ്ങൾ കാണിച്ചു തരണം. അപ്പോ പിന്നെന്താ ഉണ്ടായിരിച്ച, മുടി കൊണ്ടുവന്ന മാതിരി ഒരു പുതിയ കിതാബ് അബുദാബി, അവിടുന്നുള്ള ഈ മുടി ഇറങ്ങി ഒരു കിതാബ്, മുസന്നഫിലെ നഷ്ടപ്പെട്ട ഹദീസുകൾ കിട്ടിയിരിക്കുന്നു എന്നൊരു പുസ്തകം. നോക്കുമ്പോ അത് ഇന്ത്യന്ന് പോയത് തന്നെയാ, ഗുജറാത്തിൽ നിന്ന്. ഒരു കിതാബ്. അതിനൊക്കെ പണ്ഡിതന്മാര് കാശയ്ക്ക് എറിഞ്ഞു, ഒളിച്ചു കളഞ്ഞു. അപ്പൊ അങ്ങനെ ഹദീസ് ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത് ഇപ്പോഴും എനിക്ക് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. നബിന്റെ നൂറ് ആദ്യം ഉണ്ടാക്കിയത്, അതേസമയം ആദ്യം ഉണ്ടാക്കിയത് കലമാണ് എന്ന് സഹിയായ ഹദീസുണ്ട്. ഷെയ്ഖ് അൽബാനി സഹിയാക്കിയ ഹദീസാണ്. അവ്വലു മാ ഖലഖഹുല്ലാഹു തആല അൽ ഖലം, കലമാണ് ആദ്യം ഉണ്ടാക്കിയത്, എഴുത്ത് യന്ത്രം. എന്നിട്ട് അള്ളാഹ് ആ കലമിനോട് കൽപ്പിച്ചു, എന്ത് വരാൻ പോണതെല്ലാം എഴുതിക്കോ എന്ന്. അപ്പൊ എല്ലാം എഴുതിന. അത് എഴുതിയ സ്ഥലം എവിടെ? അൽ ലൗഹുൽ മഹ്ഫൂസ്. അത് വിശ്വസിക്കണം. പിന്നെ സാലിസൻ അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാത്തി ലാ തകൂനു ഇല്ലാ ബി മശിയത്തില്ലാഹി തആല. എല്ലാ പ്രാപഞ്ചിക കാര്യങ്ങളും അള്ളാഹുവിന്റെ മശീയത്ത് കൊണ്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കണം. അള്ളാന്റെ മശീയത്തിൽ, അള്ളാന്റെ ഉദ്ദേശത്തിൽ പെടാത്ത ഒരു കാര്യം ഇവിടെ ഈ ലോകത്ത് ഉണ്ടാവൂല. സവാഉൻ കാനത്ത് മിമ്മാ യതഅല്ലഖു ബിഫിഇലിഹി അൻ മിമ്മാ യതഅല്ലഖു ബിഫിഇലിൽ മഖ്ലൂഖീൻ. അള്ളാന്റെ ഫീലുമായി ബന്ധപ്പെട്ടതാകട്ടെ സൃഷ്ടികളുടെ ഫീലുമായി ബന്ധപ്പെട്ടതാകട്ടെ ഒന്നും അള്ളാന്റെ മശീയത്തുമായി ബന്ധപ്പെട്ടല്ലാതെ ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കണം. കാരണം അള്ളാഹ് പറയാണ്, വറബ്ബുക യഖ്ലുഖു മാ യശാഉ വയഖ്താർ. അള്ളാഹു യഖ്ലുഖു, അവൻ സൃഷ്ടിക്കുന്നു, മാ യശാ, അവൻ ഉദ്ദേശിച്ചത്. അപ്പൊ അവന്റെ ഉദ്ദേശത്തിൽ പെടാത്ത ഒന്നും ഇവിടെ ഉണ്ടാവില്ല. വയഖ്താർ, അവൻ തെരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. സൂറത്തുൽ ഖസസ് ആയത്ത് 68. എത്ര? 68. 68. എല്ലാരും ഇംഗ്ലീഷ് അറിയാൻ വരിക. 68. 60 എത്ര? 60. റാബിഅൻ അൽ ഈമാനു ബി അന്ന ജമീഅൽ കായിനാത്തി മഖ്ലൂഖത്തുൻ ലില്ലാഹി തആല. എല്ലാ പ്രാപഞ്ചിക വസ്തുക്കളും അല്ലാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കൽ. ബിദവാതിഹാ വസിഫാതിഹാ വഹറകാതിഹാ. അവയുടെ തടി, അവയുടെ ഗുണം, അവയുടെ ചലനം, അതോടെല്ലാം കൂടി, അതെല്ലാം കൊണ്ട് കൂടിയാണ് അള്ള സൃഷ്ടിച്ചത്. അള്ള സൃഷ്ടിച്ചെന്ന് വിട്ടുന്നുള്ളൂ. അതിന്റെ സിഫത്തൊക്കെ പിന്നെ വേറെ ഓരോരുത്തർ കൊടുത്താണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ആ ഗുണങ്ങളോടും ആ ചലനങ്ങളോടും ആ തടിയോടും കൂടി അങ്ങനെ തന്നെ അള്ള പടച്ചതാണ്. അപ്പൊ അതിന്റെ അസ്തിത്വവും അതിന്റെ വിശേഷണങ്ങളും അതിന്റെ ചലനങ്ങളും എല്ലാം സഹിതമാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കണം. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അള്ളാഹു എല്ലാ വസ്തുക്കളുടെയും ഖാലിഖാകുന്നു, എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കപ്പെടുന്നവനുമാകും, എല്ലാ കാര്യങ്ങളെയും മേൽനോട്ടം വഹിക്കുന്ന ഏൽപ്പിക്കപ്പെടുന്നവനുമാകുന്നവൻ. വഹുവ അലാ കുല്ലി ഷൈഇൻ വകീൽ. അതേതായത്? സൂറത്ത് സുമർ 62. ലിൽ ഈമാനി ബിൽ ഖദരി സമറാത്തുൻ ജലീല. ഖദറിലുള്ള വിശ്വാസത്തിന് മഹത്തായ പല പ്രയോജനങ്ങളുമുണ്ട്. മിൻഹ, അതിൽപ്പെട്ടതാണ് അവലൻ അൽ ഇഅ്തിമാദു അലല്ലാഹി ഇൻദ ഫിഅലിൽ അസ്ബാബി ബിഹൈതു ലാ യഅ്തമിദു അല സബബി നഫ്സി ലിഅന്ന കുല്ല ഷൈഇൻ ബിഖദരില്ലാഹി തആല. നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ആ കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അവലംബിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനെയാണ്. ഏതൊരു കാര്യം സാധിക്കണമെങ്കിൽ അള്ളാഹ് അതിന് ചില സബബുകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ദാഹം തീരണമെങ്കിൽ വെള്ളം കുടിക്കുക എന്ന സബബുണ്ട്. ആ സബബ് നമ്മൾ ഉപയോഗിച്ചാലേ ദാഹം തീരുള്ളൂ. വിശപ്പ് മാറണമെങ്കിൽ ഭക്ഷണം കഴിക്കാന്നൊരു സബബുണ്ട്.
അപ്പൊ ഏതൊരു സബബ് നമ്മൾ പ്രവർത്തിക്കുമ്പോഴും എത്തിമാദ് ചെയ്യേണ്ടത്, അവലംബിക്കേണ്ടത് ആരെയാണ്? അള്ളാഹുവിനാണ്. സബബുമ്പല അവലംബിക്കാൻ പാടില്ല. ലാ യഅ്തമിദു അല സബബി നഫ്സി ലിഅന്ന കുല്ല ശൈഇൻ ബിഖദരില്ലാഹി തആല. കാരണം എല്ലാം അള്ളാഹു നിശ്ചയിച്ചതാണ്. അപ്പോ അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കണം. സബബുകൾ ചെയ്യും വേണം, പക്ഷെ തവക്കുല് സബബുമ്പലല്ല, തവക്കുല് അള്ളാഹുവിലാണ്. അതാണ് ഖദറിലുള്ള വിശ്വാസം കൊണ്ട് നമ്മൾ പഠിക്കേണ്ടത്. ഒക്കെ അള്ള കണക്കാക്കിയല്ലേ വരും പോലെ വരുത്തിയാർന്നെടുക്കാൻ പറ്റില്ല. ചെയ്യാനുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. ഖദറിനനുസരിച്ച് സംഭവിച്ചോന്ന് ഉണ്ടാക്കാൻ പറഞ്ഞു നമ്മളോട്. അള്ള കണക്കാക്കിയല്ലേ ഭക്ഷണം കിട്ടിയാൽ കിട്ടത്തെ, അത് തൊള്ളി പൊളിച്ചിങ്ങനെ കിടന്ന ഭക്ഷണം കിട്ടുമോ? കിട്ടൂല. അതാണ് സബബുകളുമായി ബന്ധപ്പെടണം. സബബുകളുമായി ബന്ധപ്പെടുമ്പോ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്? ഇത് സബബ് മാത്രമാണ്, ഇത് യഥാർത്ഥത്തിൽ ഞാൻ അവലംബിക്കേണ്ടത് ആരെയാണ്? അല്ലാഹ്. അള്ളയാണ് ഈ സബബ് നിശ്ചയിച്ചത്, ഇങ്ങനെ ചെയ്യാൻ എന്നോട് പറഞ്ഞു. അതാണ് അൽ ഇഅ്തിമാദു അലല്ലാഹി വൈകി ഫീലിൽ അസ്ബാബി. സബബുകൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിലാണ് അവലംബിക്കേണ്ടത്. യഹൈസു ലാ യഅ്തമിദു അല സബബി നഫ്സി, സബബിന്റെ മേൽ മാത്രമായി അവലംബിക്കാൻ പാടില്ല. ലിഅന്ന കുല്ല ശൈഇൻ ബിഖദരില്ല, എല്ലാം അള്ളാഹിന്റെ ഖദർ അനുസരിച്ചാണ്. രണ്ടാമത് അല്ലാ യുഅ്ജിബൽ ഇൻസാനു ബിനഫ്സിഹി ഇൻദ ഹുസൂലി മുറാദിഹി, തന്റെ ഉദ്ദേശങ്ങൾ നിറവേറി കിട്ടുമ്പോൾ മനുഷ്യന് തന്നെ പറ്റി വല്ലാത്തൊരു മതിപ്പ് തോന്നരുത്. ഓ, ഞാൻ വിചാരിച്ചെങ്കിൽ നേടാൻ കഴിഞ്ഞല്ലോ എന്നൊരു വിചാരം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ഇജാബും പിന്നെ തന്നെ കുറിച്ചുള്ള മതിപ്പ് ഉണ്ടാകരുത്. ലിഅന്ന ഹുസൂല നിഅമത്തിൻ മിനല്ലാഹി തആല ബിമാ ഖദ്ദറഹു മിൻ അസ്ബാബിൽ ഖൈരി വൻ നജാഹി വഇജാബുഹു ബിനഫ്സിഹി യുൻസിഹി ശുക്ര ഹാദിഹി നിഅമ. ലിഅന്ന ഹുസൂല നിഅമത്തിൻ മിനല്ലാഹി തആല, അല്ലാഹുവിൽ നിന്നുള്ള ഒരു നിഅമത്ത് നമുക്ക് ലഭിക്കുന്നത് ബിമാ ഖദ്ദറഹു മിൻ അസ്ബാബിൽ ഖൈരി വൻ നജാഹി, നന്മയുടെയും വിജയത്തിന്റെയും മാർഗങ്ങൾ, സബബുകൾ അവൻ കണക്കാക്കിയതനുസരിച്ചാണ്. അപ്പൊ ഇന്ന കാര്യം ചെയ്താൽ ഇന്ന ഖൈർ ഉണ്ടാകും, ഇന്ന വഴിക്ക് പോയാൽ ഇന്ന നജാഹ് ഉണ്ടാകും, അള്ള കണക്കാക്കിയതനുസരിച്ചാണ് നമുക്ക് എല്ലാ നിയമത്തും കിട്ടുന്നത്. അത് നമ്മൾ മറക്കാൻ പാടില്ല. വയജാബുഹു ബിനഫ്സിഹി, തന്നെ കുറിച്ചുള്ള മതിപ്പ്, യുൻസിഹി മനുഷ്യനെ മറപ്പിക്കുന്നു, അൻസാ യുൻസി മറപ്പിക്കുന്നു, ശുക്ര ഹാദിഹി നിഅമ, ഈ നിഅമത്തിന് നന്ദി കാണിക്കൽ. ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അള്ള എന്നോട് ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്തോണ്ടാണ് എനിക്ക് കിട്ടിയത്. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ അള്ള പറഞ്ഞത് ഞാൻ ചെയ്തു, പിന്നെ പ്രാർത്ഥിച്ചു, അപ്പോഴാണ് എനിക്ക് കിട്ടിയത്. ഇത് നമുക്ക് ഓർമ്മ വേണം. ഞാൻ ചെയ്തിട്ട്, ഞാൻ ഗൾഫിൽ പോയിട്ട്, ഞാൻ സെക്ടർ വിളിച്ചിട്ട്, ഞാൻ ഒരു ചുക്കുമല്ല, ഞാനിതിൽ ചെറിയത് മാത്രം അള്ളാന്റെ തൗഫീഖാണ്. സാലിസൻ അത്തുമഅനീനത്തു വറാഹത്തു നഫ്സിയ്യ ബിമാ യജ്രി അലൈഹി മിൻ അഖ്ദാരില്ലാഹി അല്ലദീ ലഹു മുൽക്കു സ്സമാവാതി വൽ അർദ് വഹുവ കായിനുൻ ലാ മഹാല കമാ ഖാല തആല മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദി വലാ ഫി അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ ലകൈ ലാ തഅസു വലാ മാ ഫാതകും വലാ തഫറഹു ബിമാ ആതാകും വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അത്തുമഅനീനത്തു വറാഹത്തു നഫ്സിയ്യ, റാഹത്ത് എന്താണ്? നല്ല റാഹത്തായാൽ, നല്ല ഭക്ഷണം കഴിച്ചാൽ അല്ലേ എന്താ റാഹത്ത്? സുഖം. തുമഅനീനത്ത് ആശ്വാസം, സമാധാനം. ബിമാ യജ്രി അലൈഹി മിൻ അഖ്ദാരില്ലാ, എന്തുകൊണ്ടാണത്? ബിമാ യജ്രി അലൈഹി മിൻ അഖ്ദാരില്ലാ, അള്ളാഹു നിശ്ചയിച്ച കണക്കനുസരിച്ചാണ്. എങ്ങനെയുള്ള അള്ളാഹു? ലഹു മുൽക്കു സമാവാതി വൽ അർദ്, അവനാകുന്നു ആകാശഭൂമികളുടെ ആധിപത്യം. അപ്പൊ ആകാശഭൂമികൾ എല്ലാത്തിന്റെയും ഉടമസ്ഥത ആർക്കാണോ അവന്റെ ഖദർ അനുസരിച്ച് കാര്യങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? തുമഇനീനത്തും റാഹത്തും ഉണ്ടാകുന്നത്. വഹുവ കായിനുൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും. ലാ മഹാല, നിസ്സംശയം. ലാ മഹാലത്ത, നിസ്സംശയം, സംശയമില്ല. അള്ളാഹു കണക്കാക്കിയത് നടക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് എന്തുണ്ടാവും? മനസ്സിന് സ്വസ്ഥതയും സമാധാനം. എന്താപത്തുണ്ടെങ്കിലും അള്ളാഹ് കണക്കാക്കിയാണ് എന്ന് വിചാരിച്ചാല് നമുക്ക് സമാധാനം ഉണ്ടാകും, തുമഅനീനത്ത് ഉണ്ടാകും. അത്തുമഅനീനത്തു വറാഹത്തു നഫ്സിയ്യ ബിമാ, ഒന്നുകൊണ്ടാണ് നമുക്ക് തുമഅനീനത്തു വറാഹത്തു നഫ്സിയ്യത്ത് ഉണ്ടാകുന്നത്. യജ്രി അലൈഹി, അവന്റെ മേൽ സംഭവിക്കുന്നത്, ഓരോരുത്തരുടെ മേലും സംഭവിക്കുന്നത് മിൻ അഖ്ദാരില്ലാ,
ഏതൊരു കാര്യം സംഭവിക്കുന്നത് അള്ളാഹുവിന്റെ ഖദറിൽ നിന്നുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തുമഅനീനത്തുണ്ടാവും. അതിന് തെളിവാണ് സൂറത്തെ ഹദീദിലെ 2 ആയത്തുകൾ. ഇതിന്റെ വ്യാഖ്യാനത്തിൽ അമാനി മൗലവി ഒരുപാട് വിധിവിശ്വാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു വ്യാഖ്യാനക്കുറിപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട് ഖലാഖത്തിന്റെ വിശ്വാസത്തിൽ. സൂറത്തിലെ ഹദീദിന്റെ അവസാനം ഇതാണിത്: മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും, നിങ്ങളെ ശരീരങ്ങളിലോ ഭൂമിയിൽ എവിടെയെങ്കിലുമോ എന്തെങ്കിലും ആപത്തുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ഇല്ലാ ഫീ കിതാബിൻ, ഒരു രേഖയിലില്ലാത്തതല്ല. ഒരു രേഖയിലില്ലാതെ ഒരു മുസീബത്തും നടക്കുന്നില്ല. ആ രേഖ എന്ന് പറഞ്ഞാൽ മീൻ ഖബി അൻ നബ്റഹ, ആ മുസീബത്തിന് അള്ളാഹു ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അത് രേഖ, അള്ളാഹിന്റെ രേഖയിൽ എങ്ങനെ സംഭവിക്കും എന്ന് അള്ളാഹിന്റെ രേഖയിൽ മുമ്പേ അത് കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇന്ന ദാലിക അലല്ലാഹി യസീർ, സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ ഒക്കെ രേഖപ്പെടുത്തി വെക്കുക എന്നുള്ളത് അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം വളരെ ലളിതമായ കാര്യമാണ്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ലികൈലാ തഅസൗ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ, അലാമാഫാത്തക്കും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാര്യങ്ങളെ മേൽ. എനിക്ക് നഷ്ടമായി പോയല്ലോ, അത് പോയല്ലോ, അത് കിട്ടിയില്ലല്ലോ, ഇത് കിട്ടിയില്ലല്ലോ, മറ്റത് കിട്ടിയില്ലല്ലോ എന്നൊരു കാര്യം എന്താ ഒന്നും നിങ്ങൾക്ക് കണക്കാക്കിയല്ല. മനസ്സിലായില്ലേ? പിന്നെ വലാ തഫ്റഹു, നിങ്ങൾ അമിതമായി ആഹ്ലാദിക്കും വേണ്ട. ബിമാ ആതാക്കും, എനിക്കത് തന്നല്ലോ, എന്റെ യോഗ്യത കൊണ്ടല്ലേ, ഞാൻ അങ്ങനെ നിസ്കരിച്ചോണ്ടല്ലേ, ഒന്നും വേണ്ട. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹങ്കരിക്കുന്നവനെയും അഭിമാനം കൊള്ളുന്നവനെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നില്ല. ദുരഭിമാനം, മനസ്സിലായില്ലേ? അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് കിട്ടാൻ അള്ളാഹ് വിധിച്ചതല്ല എന്ന് വിചാരിക്കുക. കിട്ടിയതൊക്കെ അള്ളാഹ് വിധിച്ചതാണ്. അപ്പൊ നമുക്ക് അമിതമായ സന്തോഷം ഉണ്ടാവില്ല, നഷ്ടത്തിൽ അമിതമായ ദുഃഖവും ഉണ്ടാവില്ല. അപ്പൊ അള്ളാഹിന്റെ ഖദർ വിശ്വസിച്ചാലുള്ള ഗുണം അതാണ്. എപ്പോഴും മനസ്സിന് സമാധാനം ഉണ്ടാവും. എന്തൊക്കെ വലിയ പരീക്ഷണം ഉണ്ടെങ്കിലും അള്ളാഹ് കണക്കാക്കിയല്ലേ, എന്താ വിഷയം, നമ്മളൊന്നും അക്ഷമ കാട്ടിയിട്ട് കാര്യമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ ക്ഷമിക്കാൻ സാധിക്കും, ഉറങ്ങാൻ സാധിക്കും. അപ്പൊ നമുക്ക് ഉറക്കവിളിയോ വേണ്ട. ചിലർക്ക് ദുഃഖം വന്നാൽ മദ്യഷാപ്പിൽ പോയി മദ്യപിച്ചിട്ട് ലക്ക് കെട്ട് കിടക്കണം. അത്രയും നേരം എന്റെ മനസ്സിന് സമാധാനം കിട്ടുക അതിന് പോയതാണ്. എന്നോട് തുണിയും കോണോ ഇല്ലാതെ റോഡിന് സൈഡ് കിടക്കുന്നതാണ്. എന്തിന്? നമുക്ക് ദുഃഖം പോകാൻ വേണ്ടിയിട്ട്. ചില ആൾ സിനിമ കാണാൻ പോവും, അല്ലേ, വിനോദങ്ങൾക്ക് പോവും. അപ്പൊ അതൊക്കെ എന്തുകൊണ്ടാണ്? ഈ തുമഅനീനത്ത് അവർക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അപ്പൊ ഈമാൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ തുമഅനീനത്ത് കിട്ടും. ഖദറിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ എന്താപത്ത് വന്നാലും ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ബാക്കി അള്ളാഹിനെ ഏൽപ്പിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ സാധിക്കും. വഖദ് ളല്ല ഫിൽ ഖദരി തായിഫത്താനി, ഖദറിന്റെ വിഷയത്തിൽ 2 വിഭാഗങ്ങൾ പഴച്ചു പോയിട്ടുണ്ട്. അൽ ഊല, ഒന്നാമത്തെ വിഭാഗം അൽ ജബരിയത്തു, ജബരിയാക്കൾ. ജബരിയാക്കളെ വാദം എന്താ? അല്ലദീന ഖാലു ഇന്നൽ അബ്ദ മുജ്ബറുൻ അലാ അമലിഹി, ഓരോ മനുഷ്യനും അവന്റെ അമലിന്റെ മേൽ നിർബന്ധിക്കപ്പെട്ടവനാണ്. കാറ്റടിച്ചാൽ ഇല ഇളകുന്ന പോലെയാണ് നമ്മളെ പ്രവർത്തനമൊക്കെ, നമുക്കൊരു സ്വാതന്ത്ര്യമല്ല. അതാണ് ആരെ വാദം? ജബരിയാക്കളുടെ വാദം. വലൈസ ലഹു ഫീഹി ഇറാദത്തുൻ വലാ ഖുദ്റ, ഒരു കാര്യം ചെയ്യാനുള്ള ഉദ്ദേശമോ ചെയ്യാനുള്ള കഴിവോ മനുഷ്യനില്ല. മനുഷ്യനൊരു യന്ത്രം പോലെ അള്ള ഇങ്ങനെ ജയിക്കുകയാണ്. എന്റെ മൂല്യമരല്ലേ, എന്റെ വിരലിപ്പ ഞാൻ ഇളക്കി, ഞാൻ ഇളക്കി, അള്ള ഇളക്കി എന്ന് ചോദിക്കും. എന്നറിയുമ്പോഴേ അള്ള ഇളക്കിയത്. ശരിക്കും ജബരിയാക്കളെ വാർത്തയിലേക്കാണ് പോവുക. മനസ്സിലായി? നമുക്ക് ഇഖ്തിയാറില്ലേ, ഇളക്കാനും ഇളക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമല്ലേ. അല്ലെങ്കിൽ പിന്നെ നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും ഏർപ്പെടുത്തി വല്ല അർത്ഥമുണ്ടോ? ഒന്നും നമ്മളല്ലല്ലോ ചെയ്യണത്, പിന്നെ നമ്മൾ ശിക്ഷിക്കുന്ന അർത്ഥമുണ്ടോ? അപ്പൊ നമുക്ക് നന്മക്ക് പ്രതിഫലവും തിന്മക്ക് ശിക്ഷയും തരുന്നത് എന്തുകൊണ്ടാ? നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യവും കഴിവും നമുക്കുള്ളതുകൊണ്ടല്ലേ. അപ്പൊ നമ്മള് കാറ്റടിച്ച ഇല ഇളകുന്നത് പോലെ, തണുത്ത വിറയിലുണ്ടാവുന്ന പോലെ, അങ്ങനെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയാതെയാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ. നമ്മളൊരു യന്ത്രം പോലെ ഇങ്ങനെ തിരിച്ചും തെറ്റാ പാവക്കുട്ടി ഗുണമായിരിക്കുന്ന വരി പോകുക നമ്മള് അല്ല. അതാണ് ജബരിയാക്കളുടെ വാദം. ഇറാദത്തും ഇല്ല, ഖുദ്റത്തും ഇല്ല. എന്നാ മനുഷ്യൻ ഇറാദത്തും ഉണ്ട്, ഒരു കാര്യം ചെയ്യാനുള്ള ഖുദ്റത്തും ഉണ്ട്. ഖുദ്റത്തില്ലെങ്കിൽ പിന്നെ മനുഷ്യനോട് കൽപ്പിക്കണതിൽ അർത്ഥമുണ്ടോ? നീ നിസ്കരിക്ക്, നോമ്പെടുക്ക്, നീ കള്ളു കുടിക്കരുത്, ഇങ്ങനെ കൽപ്പനാ വിരോധങ്ങൾക്ക് വകുപ്പുണ്ടാകണമെങ്കിൽ നമുക്ക് അതിന് കഴിവുണ്ടേ. ഒരു കഴിവില്ലാത്ത നമ്മളിങ്ങനെ യന്ത്രം പോലെയാണെങ്കിലോ അതിനർത്ഥമുണ്ടോ? കൽപ്പനക്ക് അർത്ഥമുണ്ടോ? അപ്പൊ നമുക്ക് കഴിവുണ്ട്, ഖുദ്റത്തുണ്ട്, അത് സ്വാഭിപ്രായം അനുസരിച്ച് ചെയ്യാനും ചെയ്യാതിരിക്കാനുള്ള ഇഖ്തിയാറുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ ജബരിയാക്കളുടെ വാദം തെറ്റാണ്. അൽ ഖദരിയത്തു, രണ്ടാമത്തെ വിഭാഗം, ഖദറിന്റെ വിഷയത്തിൽ പേശിയ രണ്ടാമത്തെ വിഭാഗം ഖദരിയാക്കളാണ്. ഖദരിയാക്കൾ എന്ന ഖദറിനെ അംഗീകരിക്കുന്നതല്ല,
ഖദറിനെ നിഷേധിക്കുന്നവരാണ്. അൽ അങ്ങനെ ഒരു പേര് വലുതും അങ്ങനെയല്ലേ. സുന്നി എന്ന് പറയുമ്പോ സുന്നി സുന്നത്തുള്ള അല്ലദീന ഖാലു അവർ പറഞ്ഞു ഇന്നൽ അബ്ദ മുസ്തഖില്ലും ബിഅമലിഹി ഓരോ അടിമയും അവന്റെ പ്രവർത്തനം കൊണ്ട് സ്വതന്ത്രനാണ്. ഫിൽ ഇറാദത്തി വൽ ഖുദ്റത്തി അവന്റെ ഉദ്ദേശത്തിലും പ്രവർത്തനത്തിലും. വലൈസ ലി മശീഅത്തില്ലാഹി തആല വ ഖുദ്റത്തി അസർ അല്ലാഹുവിന്റെ ഉദ്ദേശത്തിനോ അവന്റെ ഖുദ്റത്തിനോ ഒരു സ്വാധീനമില്ല. അങ്ങനെയാണോ? അത് തെറ്റാണ്. വമാ തശാഊന ഇല്ലാ അൻ യശാ അല്ലാഹ് അള്ളാഹ് ഉദ്ദേശിച്ചല്ല നിങ്ങൾ ഉദ്ദേശിക്കൂല. അള്ളാഹിന്റെ ഉദ്ദേശം കൂടെ നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? അള്ളാഹ്. അപ്പൊ അള്ളാഹിന്റെ മശീഅത്തിന് ഒരു സ്വാതന്ത്ര്യമുണ്ട്, പക്ഷേ നമുക്ക് ഇഖ്തിയാറുണ്ട്. മനസ്സിലായില്ലേ? ഖദരിയാക്കൾക്ക് മനുഷ്യൻ സ്വതന്ത്രനാണ്. അള്ളാഹിന്റെ മശീഅത്തിന്റെ ഒരു ബന്ധമല്ല. പറഞ്ഞില്ലേ ഇന്നൽ അബ്ദ മുസ്തഖില്ലുൻ. എന്താർത്ഥം? അടിമ സ്വതന്ത്രനാണ്. ഭക്ഷണം കിട്ടായി തരുന്നതിനെ കണ്ണും ചെയ്യലും കണ്ടില്ലേ? ഇപ്പൊ കിട്ടും. മുസ്തഖില്ലും ബിഅമലിഹി മനുഷ്യൻ അവന്റെ അമല് കൊണ്ട് സ്വതന്ത്രനാണ്. ഫിൽ ഇറാദത്തി വൽ ഖുദ്റത്തി ഇറാദത്തിലും ഖുദ്റത്തിലും ഉദ്ദേശത്തിലും കഴിവിലും. വലൈസ ലി മശീഅത്തില്ലാഹി തആല വ ഖുദ്റത്തിഹി അസറുൻ അള്ളാഹിന്റെ മശീഅത്തിനോ അവന്റെ ഖുദ്റത്തിനോ ഒരു സ്വാധീനമല്ല. മനുഷ്യൻ സർവതന്ത്ര സ്വതന്ത്രനാണ്. അങ്ങനെയാണോ? അല്ല, അപ്പൊ രണ്ടും തെറ്റാണ്. വാങ്കറു അവർ നിഷേധിച്ചു അൻ യഖൂല അല്ലാഹു ഖദ്ദറൽ അശ്യാ അള്ളാഹു കാര്യങ്ങളെയൊക്കെ മുൻകൂട്ടി കണക്കാക്കിയിട്ടുണ്ട് എന്നതിനാരും നിഷേധിച്ചു? ഖദരിയാക്കൾ നിഷേധിച്ചു. വാ അമലുഹാ ഖബ്ല വുജൂദിഹി കണ്ടോ? അത് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അൻ യഖൂല അല്ലാഹു ഖദ്ദറൽ അശ്യാ വ അമിലഹാ ഖബ്ല വുജൂദിഹാ അതുപോലെ തന്നെ അത് ഉണ്ടാകുന്നതിന് മുമ്പ് അത് പ്രവർത്തിക്കുക എന്നതിനെയും അവർ നിഷേധിച്ചു. വഖൗലു ത്വായിഫത്തൈനി മിൻ അബ്തലിൽ ബാത്തിൽ രണ്ട് വിഭാഗത്തിന്റെ വാക്കും ബാത്തിലുകളിൽ ഏറ്റവും ബാത്തിലായ വാദാണ്. അപ്പൊ അത്രയും നമ്മൾ നിർത്തുക. ഞാൻ അഖ്സാമു തൗഹീദാണ്. നിങ്ങൾ അടുത്ത ദർസിൽ ഞാൻ ഇല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരെ കൊണ്ടെങ്കിലും എടുപ്പിക്കണം.